الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. الذي أنزل القرآن هدى للناس وبينات من الهدى والفرقان. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى إعداد المعلمين. ഖുർആൻ പഠനത്തിന്റെ എളുപ്പവഴിയുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് സെഷനിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് ഒരിക്കൽ കൂടി ആമുഖമായി എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ചെറിയ കുട്ടികൾ മുതൽ 4ാം ക്ലാസ് പഠിപ്പിക്കുന്ന ആളെത്തിയോ? 4ാം ക്ലാസ് മുതൽ ഉള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നവരുണ്ട്. അതെ, 4ാം ക്ലാസ് സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ കോഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ടീച്ചർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ 7ാം സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. 7, 8 സ്റ്റാൻഡേർഡുകളിൽ പഠിപ്പിക്കുന്നു. 7ാം സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതായത് സ്കൂൾ ലെവലിൽ പഠിപ്പിക്കുന്നത് 7ാം സ്റ്റാൻഡേർഡിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു തുടങ്ങിയിരുന്നു. അപ്പോ അത് സംബന്ധമായി പറയാനുള്ളത്, എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഖുർആൻ അർത്ഥമായി പഠിപ്പിച്ചിട്ടുള്ളത് 5ാം സ്റ്റാൻഡേർഡിലാണ്. അത് തെക്കൻ മേഖലകളിലാണ്. അപ്പോ വടക്കൻ മേഖലയിലേക്ക് പോകുമ്പോഴും പ്രത്യേകിച്ച് ഖുർആൻ പ്രത്യേകമായി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ അവിടെയൊക്കെ 4ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏത് സ്റ്റാൻഡേർഡിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ആ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. 7ാം സ്റ്റാൻഡേർഡിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഒരാഴ്ചയിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. 7ാം സ്റ്റാൻഡേർഡിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 7ാം സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അനുഭവത്തിൽ ആഴ്ചയിൽ 2 പീരീഡ് കിട്ടുമെങ്കിൽ, ആഴ്ചയിൽ 2 പീരീഡ് എന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂർ വീതം 45 മിനിറ്റ് വീതമുള്ള 2 പീരീഡ് ഉണ്ടെങ്കിൽ നമുക്ക് സാവകാശം പഠിപ്പിക്കാം. ഒരു ടേം, നമ്മൾ ഒരു ടേമിന്റെ പുസ്തകം, ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ പുസ്തകം 1 ഇയറിൽ പഠിപ്പിക്കാൻ പറ്റും, ഒരു അക്കാഡമിക് ഇയറിൽ. സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അവരെ നിർബന്ധിച്ചല്ല പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അത് കുറെ കൂടെ നമ്മളിപ്പോ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് നമ്മൾ ടെക്നിക്കലി വേറെ ലിങ്ക് ആയിപ്പോയി, കയറിയത് തന്ന ലിങ്ക് മാറിപ്പോയി. അപ്പൊ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക് അല്ല തന്നത്, എന്റെ കൺട്രോളിലുള്ള ലിങ്ക് അല്ല തന്നത്. എന്റെ കൺട്രോളിലുള്ള ലിങ്ക് ആണെങ്കിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാനും എനിക്കത് കൈകാര്യം ചെയ്യാനും പറ്റുള്ളൂ. അപ്പോ അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായതാണ്. എന്തായിരുന്നാലും അതെങ്ങനെയാണ് പ്രാക്ടിക്കലി പഠിപ്പിക്കുന്നതെന്ന് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. എപ്പോഴും നമ്മൾ 7ാം സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ആഴ്ചയിൽ 2 പീരീഡ് മതി. ഇപ്പോ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആള് 3 പീരീഡ് പഠിപ്പിക്കുന്നുണ്ട്. 3/4 മണിക്കൂർ വീതമുള്ള 3 പീരീഡ് പഠിപ്പിക്കുന്നുണ്ട്, ആഴ്ചയിൽ 3 പീരീഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇയറിൽ ഒരു ടേം തീർക്കണം എന്ന് നിർബന്ധമില്ല, 4ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ. അപ്പൊ നമ്മൾ പഠിപ്പിച്ച് നോക്കുക. ഓരോ ഭാഗവും നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടാണ് പോകുന്നത്. അതേസമയം ഈ ഉറപ്പ് വരുത്തേണ്ടതില്ലാത്ത, വാജിബല്ലാത്ത ചില സംഗതികൾ ഇതിനകത്തുണ്ട്. വാജിബല്ലാത്ത ചില സംഗതികൾ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ, ഉദാഹരണം, ഖുർആനിൽ 515 പ്രാവശ്യം വന്നിരിക്കുന്ന നബിമാരുടെ പേരുകൾ. ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ടാർഗറ്റ്, ഇപ്പൊ നമ്മള് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ അക്കാഡമിക് കൗൺസിലിനോ, നിങ്ങളുടെ സ്ഥാപനത്തിലെ അക്കാഡമിക് കൗൺസിലിനോ തീരുമാനിക്കാം ഏതുവരെ പഠിപ്പിക്കണമെന്ന്. പക്ഷെ എന്താ ആയത്, ഒരു ടേമില് നമ്മളെ പുസ്തകം ഇതിനേക്കാൾ കൂടുതൽ പഠിപ്പിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരു ഇയറിൽ ഒരു പുസ്തകത്തെക്കാൾ കൂടുതൽ പഠിപ്പിക്കാം എന്നൊരിക്കലും വിചാരിക്കരുത്. മറിച്ച് എന്താണ്, അതിന്റെ താഴോട്ട് എത്ര പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുക. എപ്പോഴാണെങ്കിൽ ബിലോ 7th സ്റ്റാൻഡേർഡ് ആണ്. കാരണം 7ന് താഴെ ഞാൻ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. 7ാം സ്റ്റാൻഡേർഡ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കറിയാൻ പറ്റും. ഒരു അക്കാഡമിക് ഇയറിൽ ഇത് നമുക്ക് ഫുള്ളായിട്ട് പഠിപ്പിക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ 2 പീരീഡ് ഉണ്ട്.
ഇനി അപ്പോഴും നമ്മൾ എന്താ ഫോക്കസ് ചെയ്യേണ്ടത്? ഈ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ചില സംഗതികളുണ്ട്. വെട്ടിക്കുളത്ത് ചില സംഗതികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ചില സംഗതികൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുത്തിരിക്കുന്ന ഈ 515 പ്രാവശ്യം പ്രവാചകന്മാരുടെ പേരുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ നമുക്കറിയാവുന്ന മറ്റു ചില പദങ്ങൾ എന്ന് കൊടുത്തിരിക്കുന്നില്ലേ, ഇത്. അതേപോലെ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇത് രണ്ടാമത് എന്തായാലും നമ്മൾ റിവൈസ് ചെയ്ത് കേൾക്കണം. അപ്പൊ കേൾക്കുമ്പോൾ മാർക്ക് ചെയ്താലും മതി. പിന്നെ ഒരു കോമൺ സംഗതി ഞാൻ പറഞ്ഞുതരും, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലും മതി. ഇപ്പൊ പറഞ്ഞ നമുക്കറിയുന്ന പദങ്ങൾ, അതേപോലെ മിഡിൽ ഈസ്റ്റിൽ പ്രചാരമുള്ള ചില പദങ്ങൾ, ഇതെല്ലാം സ്കൂൾ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സമയം കിട്ടുമ്പോൾ, അഡീഷണൽ സമയം കിട്ടുമ്പോൾ, ഇപ്പൊ നമ്മൾ ഒരു ടൈമിൽ ഒരു വർഷത്തില് 7ാം സ്റ്റാൻഡേർഡ് മുതൽ മുകളിലോട്ടാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പുസ്തകം പഠിപ്പിച്ചു തീർക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പീരീഡ് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് പരീക്ഷ, ഫസ്റ്റ് പീരിയോഡിക്കൽ അസസ്മെന്റ് ഉണ്ടാവും, പിന്നെ ടെർമിനൽ എക്സാം ഉണ്ടാവും, ഹാഫ് ഇയർലി എക്സാം ഉണ്ടാവും, പിന്നെ ആനുവൽ എക്സാം ഉണ്ടാവും. ഈ ഇതിന് വേണ്ടി എന്ത് ചെയ്യണം? അക്കാഡമിക് കലണ്ടർ വെച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് ആണ് എന്ത് ചെയ്യേണ്ടത്? പഠിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇൻഡെക്സ് കൊടുത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? മെയിൻ പാഠങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? പാഠം 1 മുതൽ 13 വരെയുള്ള പാഠം 1 മുതൽ, പാഠത്തിന്റെ നമ്പർ എടുത്തിട്ടുണ്ടല്ലോ, പാഠം 1 മുതൽ, അല്ലെങ്കിൽ യൂണിറ്റ് 1 മുതൽ 13 വരെയുള്ള യൂണിറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? സ്കൂൾ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പൊ അഡീഷണൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? അത് അഡൽട്ടിനെ ഉദ്ദേശിച്ചാണ് അഡീഷണൽ കൊടുത്തത്. ഇത് രണ്ടും കൂടെ ഇപ്പോഴുള്ളത്. നബിമാരുടെ പേരുകള് നമ്മള് സ്കൂളില് അസൈൻമെന്റ് വർക്കായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതെ അതെന്ത് ചെയ്യാം? അഡീഷണൽ വർക്കായിട്ട് നമുക്ക് വർക്കായിട്ട് കൊടുക്കാം. അത് ഞാൻ പറയാം. പിന്നെ അഡീഷണൽ വർക്കായിട്ട് സമയം കിട്ടുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? കുട്ടികള് കൂടുതൽ വർക്ക് അസൈൻമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അവരെ വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കൊടുക്കാം. പിന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അഡീഷണൽ പഠിപ്പിക്കുന്ന സമയത്ത്, അതായത് ഇതുണ്ടാവും, എന്താ പറയാ, പഠിപ്പിക്കുമ്പോഴത്തേക്ക് നോക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനൊക്കെ ആളുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പറയാം. അങ്ങനെ അഡീഷണൽ ആയിട്ട് കൊടുക്കാം. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് യൂണിറ്റ് 1 മുതൽ 13 വരെയുള്ള യൂണിറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഫോക്കസ് ചെയ്യും. പ്ലസ് അത് പഠിപ്പിക്കുമ്പോൾ 50% ആണ് വൊക്കാബുലറി ആവും. ഈ 1 മുതൽ 13 വരെയുള്ള പാഠങ്ങൾ നേരിട്ട് ഡയറക്റ്റ് അത് മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഖുർആനിലെ 50% വാക്കുകളാണുള്ളത്. അത് നമ്മുടെ ആമുഖത്തിലോ കൺക്ലൂഷനിലോ എവിടെ പറഞ്ഞിട്ടുണ്ട്. 50% വാക്കുകളാണ് അതിലുള്ളത്. ബാക്കി അഡീഷണൽ 10% ആണ് ഈ ഇൻട്രൊഡക്ഷനിലും അതേപോലെ ഇവിടെ പെട്ടിക്കുളത്ത് ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. കാല എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, അതേപോലെ നാസ്, ചില സംഗതികൾ പെട്ടിക്കുളത്തിൽ കൊടുത്തിങ്ങനെ കണ്ടിട്ടുണ്ടോ? നല്ല ഇവിടെ ഉദാഹരണം പറഞ്ഞത്, നിങ്ങൾക്കറിയുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയുമോ, എന്തെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങൾക്കറിയുമോ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പോലുള്ള ടൈറ്റിലിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതെന്താണ്? ഇത് 50%-നേക്കാൾ അഡീഷണൽ വരുന്ന വാക്കുകളാണ്. അപ്പൊ നമ്മൾ യൂണിറ്റിലുള്ളതല്ല യഥാർത്ഥത്തിൽ, യൂണിറ്റിന്റെ മെയിൻ പാർട്ടിലുള്ളതല്ല. അതെന്ത് ചെയ്യും? അത് നമുക്ക് സമയം കിട്ടുമ്പോൾ അവർക്ക് അഡീഷണൽ വർക്കായിട്ടോ, നമ്മൾ ഒരു ടേമിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചത് ആ ടേമിലുള്ള പാർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അഡീഷണൽ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആയി മനസ്സിലായോ? അത് അതേപോലെ നമ്മൾ 7ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇതെന്ത് ചെയ്യും? നമ്മൾ പഠിപ്പിച്ച് തീരും. അപ്പോഴാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അതിപ്പോ നേരത്തെ 4ാം ക്ലാസ്സുകാർക്ക് അസൈൻമെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ആ അസൈൻമെന്റ് കൊടുക്കുന്നത് പോലെയാണ് പഠന പുരോഗതി വിലയിരുത്താം എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് വരാൻ പറയണം. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാകും, മുസ്താബിൽ ഖുറാനിൽ മാർക്ക് ചെയ്യാവും. നമ്മൾ ഖുറാനിൽ മാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകത്തിൽ തന്നെ ഭാഗമായിട്ട് ഇത് കൊടുത്തത്. അവിടെ നമ്മൾ പെൻസിൽ കൊണ്ടോ ഹൈലൈറ്റർ കൊണ്ടോ കുട്ടികളെ കൊണ്ട് പഠിച്ച പദങ്ങൾ, നിങ്ങൾക്കറിയുന്ന പദങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ പറയാം. താഴെ പെർസെന്റേജ് എങ്ങനെ കിട്ടാമെന്നുള്ളത് അറിയാമല്ലോ. അത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പെർസെന്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1ാമത്തെ പാഠത്തിന്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും.
ഒന്നിലില്ലേ, രണ്ടിലാണ്. രണ്ടാമത്തെ പാഠത്തിന് ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്ന പദങ്ങളുടെ എണ്ണത്തെ ആകെ പദങ്ങൾ കൊണ്ട് ഹരിച്ച ശേഷം 100 കൊണ്ട് ഗുണിച്ചാൽ ശതമാനം കിട്ടും. അതിന്റെ ഉദാഹരണം കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായി നിങ്ങൾക്ക് മുകളിലുള്ള 9 പദങ്ങളുടെ അർത്ഥം അറിയുമെങ്കിൽ, മുകളിലുള്ള എന്ന് പറഞ്ഞാൽ മുകളിൽ കൊടുത്തിരിക്കുന്ന 9 പദങ്ങളുടെ അർത്ഥം അറിയുമെങ്കിൽ 9 ഹരിക്കണം 67 ഈസ് ഈക്വൽ ടു 0.134 എന്ന് കിട്ടും. ഈ 0.134 എന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ 2 സ്ഥാനം ഇപ്പുറത്തോട്ട് ഇട്ടാൽ 13 എന്ന് കിട്ടും. 13% എന്ന് കിട്ടും. 13% നിങ്ങൾക്കറിയും. ഇത് അവർക്ക് കണക്ക് പഠിക്കുന്നവരുണ്ടാവും, അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാവുന്നേ ഉള്ളൂ. 4ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഒരു ശതമാനം കാണുമെന്ന് എനിക്കറിയില്ല. അറിയുന്നവരെ കൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗൈഡ്ലൈൻസ് കൊടുക്കാം. നിങ്ങൾക്കറിയുന്ന പദങ്ങൾ എന്ന് അവരെ കൊണ്ട് എഴുതാൻ പറയുക സ്കൂളിൽ. ബാക്കി ശതമാനം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് അവിടെ ഇട്ട് കൊടുക്കുക ഇത്ര ശതമാനമാണെന്ന്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതായത് സ്കൂൾ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. 7ാം ക്ലാസ് മുതലാണെങ്കിൽ ഒരു പുസ്തകം, അതായത് നമ്മുടെ ടേം 1ന്റെ പുസ്തകം ഒരു അക്കാഡമിക് ഇയറിൽ പഠിപ്പിച്ച് തീർക്കാം, 7 മുതൽ മുകളിലോട്ടുള്ളതാണെങ്കിൽ. ഇപ്പൊ 7 മുതൽ മുകളിലോട്ട് വരുമ്പോൾ 8, 9, 10 എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ പഠിക്കാനുണ്ടാവും. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കുറച്ച് കൊടുത്താൽ മതി. 8, 9, 10 കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് പഠിപ്പിച്ച് തീർക്കാം. എന്തായിരുന്നാലും ഒരു പുസ്തകം ഒരു ടേമിൽ, ഒരു വർഷത്തെ അക്കാഡമിക് ഇയറിൽ പഠിപ്പിച്ചാൽ മതി. അഡൾട്ടിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 അവർ ക്ലാസ് ആണ് മുതിർന്നവർക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ 1 യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുക, 1 യൂണിറ്റ്. അപ്പോഴും നമ്മൾ കൊടുത്തിരിക്കുന്ന അഡീഷണൽ വർക്ക് എന്ത് ചെയ്യേണ്ട, അവർക്ക് വീട്ടിൽ നിന്ന് ഗ്രഹപാഠമായിട്ട് കൊടുക്കാം. ഓക്കെ, ഇന്നിപ്പോ ആരാണ് എടുക്കേണ്ടത്? ഫാത്തിമ രഹാന അല്ലേ? ഫാത്തിമ രഹാന റെഡിയായ? നിങ്ങള് ഫോണിൽ നിന്നും പ്രസന്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നമ്മൾ കുറച്ച് ടീച്ചർമാരെ എന്നിട്ട് അവരെ ഒന്ന് പഠിക്കാൻ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസം 8 മണിക്ക് സെഷൻ വെച്ചാൽ എന്ത് ചെയ്യുക, 8 മണിക്ക് ഇത് പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ടീച്ചർ പറയും. ഞാൻ എൻ്റെ ഫോണിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ടീച്ചർമാരുടെ നമ്പർ തന്നത്. ഒരു ടീച്ചർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ടീച്ചർമാർ ഫോണിൽ നിന്നാണ് എടുക്കുന്നത്. അവർ ഫോണിൽ നിന്ന് പ്രസന്റ് ചെയ്ത് തരും. ഇപ്പൊ എന്തായിരുന്നാലും ഫാത്തിമ റെഡി അല്ലേ? ഫാത്തിമ എന്നോ? ഫാത്തിമയുടെ പേര് കാണുന്നില്ല, ഏത് ഫാത്തിമ എന്നറിയില്ല. ഓക്കെ, എങ്ങനെ? ഒരു 5 മിനിറ്റും കൂടി വേണം ചാറ്റിൽ എഴുതിയിട്ടുണ്ട്. ചാറ്റിൽ എഴുതിയോ? ഇന്നത്തെ ചാറ്റിലോ? കൈൻഡ്ലി സംടൈം ദ ഫസ്റ്റ് ടേൺ. എന്തുകൊണ്ട്? കുട്ടികൾ ഉറങ്ങാൻ 5 മിനിറ്റ് കൂടി. ഓ, അത് ശരി. അടുത്ത ആളാരാ? രണ്ടാമത്തെ ആള് ജമീല. ഒന്നില്ല. ജമീല അവിടെ പോയി. ആന ദഹബത്ത് ജമീല. മൂന്നാമത്തെ ആളാരാ? ഫാത്തിമ ബീഗം. അസ്സലാമു അലൈക്കും ഉസ്താദെ, എനിക്കൊരു 5 മിനിറ്റ്. ഞാനൊരു കുട്ടിയുടെ ഒന്ന് ഇതാക്കിയിട്ട് ബാത്റൂമിൽ നിന്ന് ഇറക്കിയിട്ട് ഞാൻ എടുക്കാം. പിന്നെ ഒരു സംശയം കൂടെ. നാലാമത്തെ ആൾ എന്തായാലും വന്നില്ല. നാലാമത്തെ ആൾ ലീവ് പറഞ്ഞിരിക്കുക. പറഞ്ഞോ, എന്താണ്? കുഞ്ഞ് ബാത്റൂമിലേക്ക്, അതിനെ ഒന്ന് ഇറക്കിയിട്ട് ഞാൻ ഇതാക്കാം. ഓക്കെ, വേറെ? ഓക്കെ, അപ്പൊ നമ്മൾ പൊതുവിൽ പറയാനുള്ള 1-2 കാര്യങ്ങൾ കൂടി പറയാം. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത്, എഴുതി പഠിപ്പിക്കുമ്പോൾ നമ്മൾ
സ്കൂളുകളിൽ പ്രസന്റേഷൻ പ്രായോഗികമല്ല. സ്കൂളുകളിൽ പ്രസന്റേഷൻ അത്ര എളുപ്പമല്ല. ഇനി പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മൊബൈലിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി ടി വിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊജക്ടറിൽ കൊടുക്കാം. അതേപോലെ പ്രൊജക്ടർ വഴി പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോഴെന്ത് ചെയ്യാം, നമ്മളെ ഫോണിലൂടെ പ്രൊജക്റ്റ് ചെയ്യാം, ബ്ലൂടൂത്ത് വഴി പ്രൊജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടിവിയിലൂടെയും ചെയ്യാം. അപ്പൊ എന്താണ് അവിടെയുള്ള സൗകര്യമുള്ളത്, എന്ത് ടെക്നോളജിയാണ് അവിടെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ടാൽ അത് മിക്കവാറും അവിടെ തന്നെ അവർ സജ്ജീകരണങ്ങൾ ഉണ്ടാവും. എന്ത് ടെക്നോളജിയാണുള്ളത് അവിടെ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, അല്ലെങ്കിൽ അത് അറിയുന്ന ആൾക്കാരുണ്ടാവും. ടി വി ആണെങ്കിൽ അത് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ നമ്മൾ കഴിയണം. നിങ്ങളെ പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി അടക്കമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ് തരുന്നത്. സാധാരണ നമ്മൾ സ്കൂളിൽ ട്രെയിനിങ് തരുന്ന പോലെയല്ല. നമ്മളെന്ന് പറയുന്നത് മോഡേൺ ടെക്നോളജി അനുസരിച്ച് എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും. എല്ലാ ടെക്നോളജിയും ഞാൻ എക്സ്പെർട്ട് അല്ലെങ്കിൽ നമ്മുടെ ടീം ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു സംഗതി ചെയ്തു തരാൻ നമ്മുടെ ടീമിൽ ആർക്കെങ്കിലും പറ്റും. അപ്പോൾ അതും നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഇനി എഴുതിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ടീച്ചേഴ്സ്, അതായത് യങ്സ്റ്റേഴ്സിനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, യങ്സ്റ്റേഴ്സ് ആയാലും എൽഡേഴ്സ് ആയിരുന്നാലും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എഴുതിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ എന്തുണ്ടാവും, പുസ്തകം ഉണ്ടാവും. അല്ലേ? പുസ്തകം വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ പുസ്തകം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മക്കളെ, കുട്ടികളെ പുസ്തകം എടുക്കുക, പേജ് നമ്പർ ഓക്കെ, നമ്മൾ ഇന്ന് പാഠം 12 പഠിക്കുന്നത്, അല്ലെങ്കിൽ പാഠം 1 പഠിക്കുന്നത്. നമ്മൾ പേജ് നമ്പർ 11 അതൊക്കെ എല്ലാവരും എടുക്ക്. നോക്ക്, അഊദു ബില്ലാഹി ഇതല്ല പഠിപ്പിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് എന്താണ്, പേജ് നമ്പർ പറഞ്ഞിട്ട് അത് പറയാൻ പോകുന്നതാണ്. അങ്ങനെയല്ല. ഗുരുവിനും ശിഷ്യനും മധ്യേ പുസ്തകം. ബാക്കി ആർക്കെങ്കിലും അറിയാമോ? ഗുരുതരമായ തടസ്സം. പുസ്തകം ഗുരുതരമായ തടസ്സം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ സാധനം എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് അത് നമ്മൾ അതിനെക്കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ഗൾഫിലൊക്കെ ചെന്നപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, അവിടെ സൗദി അറേബ്യ അവിടെയാണ് നമ്മളെപ്പോലുള്ള വിദ്യാഭ്യാസമൊന്നുമല്ല അവിടെ ഉള്ളത്, അവർക്ക് വേറെ തരത്തിലാണ് ലഭിക്കുക എന്നൊക്കെയാണ്. നമ്മൾ അത്രയും നിലവാരത്തിലല്ല ലഭിക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ ചെന്ന ബുക്ക് സ്റ്റാളുകളിൽ പോലും ഈ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവരുടെ ടീച്ചേഴ്സ് തയ്യാറാക്കേണ്ട പുസ്തകങ്ങളുടെ, നമ്മളിപ്പം അസൈൻമെന്റ് പേപ്പർ വാങ്ങിക്കാൻ കിട്ടുന്ന പോലെ അതേപോലെ ടീച്ചർമാർ തയ്യാറാക്കാനുള്ള പേപ്പറുകളും അതുപോലെ സംഭവങ്ങളൊക്കെ, ഇതൊക്കെ അവർ നോട്ട് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അല്ലാതെ അവിടെ ഗേൾസിന് വേറെ പുസ്തകം, ബോയ്സിന് വേറെ പുസ്തകമൊക്കെ ഉണ്ട്. ആ പുസ്തകം വെച്ചിട്ടല്ല അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുപോലെ പഠിപ്പിക്കണം. അത് അവരെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. എന്തായിരുന്നാലും സ്റ്റുഡൻസും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈ സംഗതി പഠിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇത് എങ്ങനെ പഠിപ്പിക്കണം എന്ന് നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കണം. നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസന്റേഷൻ തരും. ആ പ്രസന്റ് ചെയ്യുന്ന പോലെ പ്രസന്റ് ചെയ്ത് നമുക്ക് പഠിപ്പിക്കാം. പ്രസന്റ് ചെയ്യുന്നില്ല, ചോക്ക് വെച്ചാണ് എഴുതി പഠിപ്പിക്കുന്നതെങ്കിൽ അത് മുതിർന്നവരെയും പഠിപ്പിക്കാം, താഴെയുള്ളവരെയും പഠിപ്പിക്കാം. ചെറിയ കുട്ടികളെയും പഠിപ്പിക്കാം, വലിയ കുട്ടികളെയും വലിയ ആൾക്കാരും എന്ത് ചെയ്യാം, നമുക്ക് ചോക്ക് കൊണ്ട് എഴുതി പഠിപ്പിക്കാം. ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ ഞാൻ അവിടെ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് കളർ ചോക്ക് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു കളർ ചോക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കളർ ചോക്ക് വാങ്ങിയിട്ടാ പോയി. അവിടെ നോർമലി വെള്ളച്ചോക്കായിരിക്കും ഉണ്ടാകുന്നത് എനിക്കറിയാം. ഞാൻ കളർ ചോക്കുമായിട്ടാണ് പോയത്. കളർ ചോക്ക് എനിക്ക് 10 15 രൂപ കൊടുക്കുമ്പോൾ കളർ ചോക്ക് കിട്ടും. അപ്പൊ ഈ കളർ ചോക്കും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അവരെനിക്ക് തരുന്ന സാലറി ഒന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കണക്കാക്കിയില്ല. അല്ലെങ്കിൽ അതുപോലുള്ള സാലറി ഒന്നും പറയാൻ പറ്റില്ല. അവർ പെട്രോൾ അടിക്കാനുള്ള പൈസ തരും എന്നാണ് ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ അത്ര ഒരു കപ്പാസിറ്റി ഉള്ള സ്ഥാപനമാണ്. എനിവേ എന്തായിരുന്നു അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു, ഒരു കളർ ചോക്കുമായിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് അറബി പഠിപ്പിക്കുമ്പോൾ നമുക്ക് കളർ ചോക്ക് അനിവാര്യമാണ്. ഉദാഹരണമായിട്ട് പറയുമ്പോൾ നമുക്ക് അൽ ഹംദ് പഠിപ്പിക്കണമെങ്കിൽ അൽ വേറെയാണ്, ഹംദ് വേറെയാണെന്നുള്ളത് കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം, സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കണം. നമ്മൾ അറബി പഠിച്ചിട്ട് വരുന്നവരാണ്
എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓക്കെ ഇത് അറബി അറിയാത്ത സ്റ്റുഡൻസ് ആണ് എങ്കിൽ നമ്മൾ എങ്ങനെ പഠിപ്പിക്കും, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 4ാം ക്ലാസ്സിലായിരുന്നാലും 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും അവർക്ക് ഒരു സബ്ജക്റ്റ് അറബിയുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നിടത്തും ഒരു സബ്ജക്റ്റ് അറബിയുണ്ട്. അവർക്ക് ഖുർആൻ പാരായണം വേറെ പഠിപ്പിക്കുന്നുണ്ട്. മദ്രസ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഒക്കെ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് എന്റെ സബ്ജക്റ്റും പഠിപ്പിക്കുന്നത്. അപ്പൊ അതൊന്നും ഞാൻ നോക്കുന്നില്ല. അതേ സമയത്തോളം ഹുവ ഹുമ്മ ഒക്കെ അറിഞ്ഞിരിക്കും. പക്ഷെ ഞാൻ നോക്കുന്നത് അവർക്ക് അറബി അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ നമ്പർ 1 കളർ ചോക്ക് ഉപയോഗിക്കണം. എഴുതി പഠിപ്പിക്കുന്നവരാണ്. ഈ ചോക്ക് അല്ലെങ്കിൽ മാർക്ക് ഇതാണ് എന്താ പറയാ വൈറ്റ് ബോർഡ്. നിങ്ങളുടെ അവിടെ അൽഫിത്ര സ്കൂളിൽ വൈറ്റ് ബോർഡ് ആണോ അല്ല ചോക്ക് എഴുതുന്നതാണോ ബോർഡാണോ? ബ്ലാക്ക് ബോർഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏത് ബ്ലാക്ക് ബോർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ബ്ലാക്ക് ബോർഡ്. ബോർഡ് ചോക്ക്. ഓക്കെ, ബ്ലാക്ക് ബോർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കളർ ചോക്കുകൾ. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അഊദു. അപ്പൊ നമ്മളെന്ത് ചോക്ക് എടുക്കുന്നു, അലിഫും അതിന്റെ മുകളിൽ ഹംസും എന്ത് ചെയ്യുന്നു, വേറൊരു കളർ എഴുതി കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റിൽ എന്താ പഠിപ്പിക്കുന്നത്, അഊദു എന്ന് പറയുമ്പോഴത്തേക്ക് കൈ ഉയർത്താൻ പറയും. അഊദു കൈ ഉയർത്തി കാണിക്ക്. അഊദു എന്താ അർത്ഥം? ഞാൻ അഭ്യന്തരം. ഇതല്ലേ? അപ്പൊ ഇതെന്ത് ചെയ്യണം, ഇത് കുട്ടികളുടെ മനസ്സിൽ സ്ട്രൈക്ക്. അഊദു. അപ്പൊ അതേപോലെ തന്നെ അതേ പാഠം തന്നെ നമ്മൾ ഗ്രാമർ അവർക്ക് പഠിപ്പിക്കുന്ന ഘട്ടമല്ലെങ്കിലും നമുക്ക് എന്ത് പറയാം, നഅ്ബുദു. അപ്പൊ നമ്മൾ ഞാൻ എന്ത് ചെയ്യുന്നു, വേറെ കളർ എഴുതി. നഅ്ബുദു. എന്ന് പറഞ്ഞാൽ എന്താണ്, നാം, ഞങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് അവരെ അപ്പോഴേ പേരിൽ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, അതിങ്ങനെ എഴുതി പറഞ്ഞു പഠിപ്പിക്കാം. നഅ്ബുദു. അപ്പൊ അതേപോലെ ഒരു വാക്ക് വരുമ്പോൾ ആ വാക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കളറിൽ. ഇപ്പം ഒന്നാമത്തെ പാഠത്തിൽ എന്താ, അറുപത് വന്നു. നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന എന്തായിരുന്നാലും ആദ്യത്തെ ക്ലാസ്സിൽ ഖുർആൻ തന്നെയാണ് ആദ്യം പഠിപ്പിക്കുന്നത്. ഓക്കെ, 2ാമത്തെ 3ാമത്തെ ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് സെക്കൻഡ് മുതൽ നമുക്ക് അറബിക്കാണ്, ലാംഗ്വേജിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രാമുഖ്യം കൊടുക്കും. അതും കൂടെ നമ്മൾ ഇപ്പോഴും നോട്ട് ചെയ്തിരിക്കും. ഫസ്റ്റ് നമ്മൾ എന്താ അറിയാണമല്ലോ, അതുകൊണ്ടാണ് തുടങ്ങേണ്ടത്. നെക്സ്റ്റ് ലെസൺ മുതൽ, നെക്സ്റ്റ് യൂണിറ്റ് മുതൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഭാഷയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് ഖുർആനിലേക്ക് വരുമ്പോൾ ഖുർആൻ കുറച്ചുകൂടെ മനസ്സിലാവും. സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വഹീദ മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നത്? വഹീദ ഉണ്ടോ? വഹീദല്ലേ മദ്രസയിൽ പഠിപ്പിക്കുന്നു പറഞ്ഞത്? മദ്രസയിൽ പഠിപ്പിക്കുന്നവരെ വേറെ എന്തോ വിഷയം പഠിപ്പിക്കുന്നു പറഞ്ഞു. അത് പോയോ? റഹീമയാണ്, റഹീമ. എന്താ പഠിപ്പിക്കുന്നത് നിങ്ങള്? മദ്രസയിൽ ഞാൻ 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ ലിസാനി, ഇസ്ലാമിക്സ്, ഖുർആൻ, ലിസാനി, അറബിക്ക്. അറബിക്ക് അതന്നെ 2ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. 2ാം ക്ലാസ്സില്. ഓക്കെ, അപ്പൊ അവർക്ക് 4ലോ 5ലോ ആയിരിക്കും ഖുർആൻ വരുന്നത് അവരുടെ മജ്ലിസിന്റെ സിലബസിൽ. യെസ്, അതന്നെ. മജ്ലിസിന്റെ സിലബസിൽ ഏത് ക്ലാസ്സിലാണ് ഖുർആൻ വരുന്നത്? നിങ്ങൾ സ്വതന്ത്രമായിട്ടാണ് ചെയ്യുന്നത്, അതല്ല മജ്ലിസിന്റെ തന്നെ സ്ഥാപനമാണോ? മദ്രസ തന്നെ സ്ഥാപനമല്ല, ഒരു ഓൺലൈൻ മദ്രസ അക്കാദമിയാണ്, റബുവ എന്ന് പറയും. ഓക്കെ, അപ്പൊ അവരോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ട്രെയിൻഡ് ആണ്, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ട്രെയിൻഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആള് നമ്മുടെ കൂടെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എത്ര പുസ്തകം വാങ്ങിയത് കാസർഗോഡേക്ക്? കാസർഗോഡ് നമ്മൾ 2 ക്ലാസ്സിലേക്കുള്ള 2 ക്ലാസ്സിൽ 4ഉം 5ഉം ക്ലാസ്സുകളിലേക്കുള്ള കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 50 പുസ്തകം. 42 പുസ്തകങ്ങൾ. എത്ര?
42 കുട്ടികളുണ്ട് 2 ക്ലാസ്സിലും കൂടി. 2 ക്ലാസ്സും കൂടെ ഏതാണ്ട് 50 പുസ്തകം വാങ്ങിയതാണ് എന്റെ ഓർമ്മ. 50 പുസ്തകം. അപ്പൊ 42 പേർക്ക് അവിടെ 4ലും 5ലും ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഓൾറെഡി ട്രെയിൻഡ് ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക്, അതായത് പൊതു സംരംഭക്കാർക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു സിലബസിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെ കീഴിലുള്ളതാണെങ്കിൽ അവരുടെ സിലബസെ അവർ അനുസരിക്കുള്ളൂ. അതേസമയം പൊതു സംരംഭമാകുമ്പോൾ ഇപ്പൊ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്, അവിടെ എല്ലാ സംഘടനക്കാരും പഠിക്കുന്ന ഒരു മദ്രസയുണ്ട്. എല്ലാ സംഘടനക്കാരും അവിടെ വിടും. എന്താണ്, അവർ കുറച്ച് ജനറലായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനം, ഓൺലൈൻ സ്ഥാപനമൊക്കെ ആണെങ്കിൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ ഓൾറെഡി ട്രെയിൻഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോഴ് എന്ത് ചെയ്യാ, അങ്ങനെയുള്ളത്. അപ്പൊ നമ്മൾ ചോക്ക് കൊണ്ട് എഴുതിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതേ രീതിയിൽ. അപ്പൊ പറഞ്ഞത് ഇതാണ്, ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഖുർആനാണ്. സെക്കൻഡ് യൂണിറ്റ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സെക്കൻഡ് യൂണിറ്റിന്റെ അത്, അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് യൂണിറ്റ് എടുക്കുന്നത്. സെക്കൻഡ് യൂണിറ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, സെക്കൻഡ് യൂണിറ്റിൽ ലാംഗ്വേജിന്റെ ഭാഗമായിരിക്കും നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ ഹുവ, ഹും, ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നെഹ്നു ഞങ്ങൾ, ഇതാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് പ്രാക്ടിക്കലി അറിയാത്തവരാരെങ്കിലും, നിങ്ങളുടെ പേരെന്താ പറഞ്ഞ കാസർഗോഡ്? ഖദീജ. ഖദീജ അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ വാട്സപ്പ് ക്ലാസ് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അണ്ടർസ്റ്റാൻഡിംഗ് ഖുർആന്റെ ഒരു വാട്സപ്പ് ക്ലാസ് ഉണ്ട്, ഇഖ്റ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ. ഓക്കെ. അവിടെ കാസർഗോഡ് തന്നെ ഉള്ള ഒരാൾ എൻ്റെ കൂടെ ജിയാദിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ആ സ്ഥാപനത്തിന്റെ പേരെന്താന്ന് അറിയില്ല, അവരും ഒരു ഇപ്പോൾ എന്തോ സ്ഥാപനം. എനിവേ, ഓക്കെ, ബാക്കി ഖുർആന്റെ ഭാഗമാണ്. ഖുർആന്റെ ഭാഗം പഠിപ്പിക്കുമ്പോൾ എന്താണോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, മൊത്തത്തിൽ നമ്മൾ എന്ത് പഠിപ്പിച്ചാലും നമ്മുടെ കോഴ്സ് പഠിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പാഠപുസ്തകത്തിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് മാത്രമേ എന്ത് ചെയ്യാവൂ, പഠിപ്പിക്കാവൂ. അതായത് നമ്മുടെ ഡോക്ടർ അബ്ദുൽ അസീസ് അബ്ദുൾ റഹീം പറഞ്ഞത് തന്നെയാണ് ഞാൻ ആവർത്തി പറയുന്നത്. വർഷങ്ങളോളമുള്ള നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഈ സാധനം സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലെന്താണോ ഉള്ളത് അത് മാത്രമേ പഠിപ്പിക്കൂ. ഇതിന് അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും പഠിപ്പിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ആലമുൻ എന്താ ബഹുവചനം എന്ന് ചോദിച്ചാൽ ആലമൂൻ എന്നും പറയാം, ആലമീൻ എന്നും പറയാം. അത് മാത്രമേ അവിടെ നമ്മൾ പറയാം. അല്ല, അവിടെ ജെറു വന്നുകൊണ്ടാണ് ആലമീൻ വന്നത്, അവിടെ ഇളാഫത്ത് വന്നുകൊണ്ടാണ് ആലമീൻ വന്നത്. ഇതൊന്നും നമ്മൾ മുതിർന്നവർക്കും പറയാൻ പാടില്ല, കുട്ടികൾക്കും പറയാൻ പാടില്ല. മുതിർന്നവരെ സംബന്ധിച്ചോളം നമ്മൾ പരിഗണിക്കുന്നത് എന്താണ്, അവർക്ക് അറബി അറിയില്ല, അല്ലെങ്കിൽ അവര് പ്രാഥമിക, നമ്മളിപ്പം 4ാം ക്ലാസ് പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ കുട്ടികളുടെ അവസ്ഥ എന്താണോ അതേ അവസ്ഥയാണ് മുതിർന്നവരെ പഠിപ്പിക്കുമ്പോഴും അത് അവിടെ ഉള്ളത്. മുതിർന്നവരോട് നമ്മൾ പറയേണ്ടത് ആലമുൻ, ബഹുവചനം എന്താണ്, ആലമൂൻ എന്നും വരാം, ആലമീൻ എന്നും വരാം. അപ്പൊ നമ്മൾ അടുത്ത പാഠത്തിൽ ബഹുവചനം പഠിപ്പിക്കും, മുസ്ലിമൂൻ. അപ്പൊ നമുക്ക് ആലമൂൻ ഒന്നുകൂടെ പറയാം. ആലമുൻ നമ്മൾ പറഞ്ഞില്ലേ, ആലമുൻ. ബഹുവചനം എന്താണ്, ആലമൂൻ. മുസ്ലിമുൻ, മുസ്ലിമൂൻ. ആലമുൻ, ആലമൂൻ. ഒന്നുകൂടെ പഠിപ്പിച്ചു കൊടുക്കാം. ഇവിടെ നമ്മള് ആലമുൻ ആലമീൻ പഠിപ്പിക്കുമ്പോൾ റബ്ബുൽ ആലമീൻ ആലമീൻ പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ പറയാം. ഓക്കെ, അങ്ങനെ കാട്ടിൽ വേദന ഉണ്ടാടേ. രണ്ടാമത്തെ യൂണിറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ ഇതിന് ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യണം, കുട്ടികളോട് ആൻസർ കണ്ടെത്തി വരാൻ പറയണം. ഈ ഇതിന്റെ ബാക്കിലുള്ള ഉത്തരം ഉണ്ടെന്നുള്ളതൊന്നും ആദ്യം കുട്ടികൾ അറിയില്ല. അപ്പൊ കുട്ടികളോട് എന്ത് ചെയ്യാം, ഉത്തരം കണ്ടെത്തി വരാൻ പറയണം, അവർ എഴുതിക്കൊണ്ടുവരാൻ പറയണം. എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും കുട്ടികൾക്ക് മനസ്സിലാകണം അതിന്റെ ബാക്കിൽ ഉത്തരം ഉണ്ടെന്ന്. അത് നമുക്ക് എഴുതിക്കൊണ്ട് വരാൻ പറയാം. അല്ലെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വന്തം എഴുതാം, ബാക്കിൽ ഉത്തരവുണ്ട്, അത് കോപ്പി അടിക്കുകയും ചെയ്യാം. എന്തായാലും കുട്ടികൾ അതനുസരിച്ച് ചെയ്തോളും. മുതിർന്നവർക്കും അതിന്റെ ഗൈഡ് ലൈൻസ് നമുക്ക് ഉപയോഗിക്കാം. യൂണിറ്റ് 2 വരുമ്പോൾ എന്ത് ചെയ്യും, യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടേ 2ലേക്ക് പോകാവൂ. നമ്മൾ എപ്പോഴും നമ്മൾ ഒരു പാർട്ട് അഡ്വാൻസ് ആയിട്ട് ചെയ്താലും ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അതിന്റെ അടുത്ത യൂണിറ്റിലേക്ക് പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയുമോ എന്നൊക്കെ ഉള്ള സംഭവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം,
അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. സ്റ്റുഡൻസിന്, മുതിർന്നവർക്ക് എന്ത് ചെയ്യാം, അത് പറഞ്ഞു കൊടുത്ത് പോകാം. രണ്ടാമത്തെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതില് ഇപ്പം ഈ നിർവചനം, ഭാഷാ പരിചയം, ഭാഷയെ സംബന്ധിച്ച് കുറച്ച് വിശദമായ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഭാഷാ പരിചയം വരുമ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇവിടെ അവ്യയം, എന്താണ് അവ്യയം, എന്താണ് ക്രിയ, എന്താണ് നാമം എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വല്ലാതെ ഫോക്കസ് ചെയ്ത് സ്റ്റുഡൻസിനും പഠിപ്പിക്കുന്നില്ല, അഡൾട്ടിനും പഠിപ്പിക്കുന്നില്ല. നമ്മള് അതേപോലെ പരീക്ഷയ്ക്ക് ചോദിക്കരുത് എന്താണ് എന്താണ് നാമം, എന്താണ് പാർട്ടിക്കിള് എന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കരുത്. എവിടെ വെച്ചത് എന്ത് ചാർജർ ഇതിന്റെ ഓക്കെ, നമ്മൾ പരീക്ഷയ്ക്കായിരുന്നാലും പഠിപ്പിക്കുമ്പോഴായിരുന്നാലും ഫോക്കസ് ചെയ്യുന്ന എന്താണ്, പ്രാക്ടിക്കൽ നോളജാണ്. ഖുർആന്റെ ഒറ്റ വാക്കിന്റെ അർത്ഥം, ആയത്ത് ചേർത്തുള്ള അർത്ഥം. അതേപോലെ ലാംഗ്വേജ് വരുമ്പോൾ ഹുവ അവൻ, ഹും അവർ, അന്ത നീ, അന്ത നിങ്ങൾ, അന ഞാൻ, നഹ്മി ഞങ്ങൾ, പിന്നെ ഹിയ വരുമ്പോഴാണ് ഹിയ. എന്നിട്ട് ബി കൊണ്ട്, മിൻ ിൽ നിന്ന്. അപ്പൊ ഇതിന്റെ അർത്ഥമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതെന്താണ്, അവ്യയമാണ്, ഇത് വെർബാണ്, ഇത് ക്രിയയാണ്, ഇത് നാമമാണ് എന്ന് നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ കുറേശ്ശെ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലും ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കും എന്നതല്ലാതെ ഇത് കാണാൻ പഠിച്ചു വെക്കണം എന്നല്ല, ഇതില്ല, നിർബന്ധമില്ല. അത് മുതിർന്നവർക്കും ഇല്ല, കുട്ടികൾക്കും ഇല്ല. പക്ഷെ നമ്മൾ വലിയ ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അഡീഷണൽ സമയമുണ്ട്, 3 പീരീഡൊക്കെ ഉണ്ട്. ചില സ്കൂളുകളിൽ 3 പീരീഡ് പഠിപ്പിക്കുന്നുണ്ടാവും. 3 പീരീഡ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് കുറച്ചുകൂടെ കൊടുക്കുന്നത് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലുള്ളതേ കൊടുക്കാവൂ. അപ്പോ കുറച്ച് കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലുള്ളതിനെ തന്നെ എന്ത് ചെയ്യാം, അവർ വർക്ക് ചെയ്യിപ്പിച്ചാൽ തന്നെ മോർ ദാൻ ഇനഫ് ആണ്. ഇതിനകത്തുള്ളതിനെ തന്നെ ഉപയോഗപ്പെടുത്തിയാൽ അത് വേണ്ടതിലും അധികമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ യൂണിറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലാസ് വന്ന ഉടനെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മള് ഖുർആനിൽ 691 പ്രാവശ്യം ആവർത്തിച്ചുള്ള 7 പദങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, മുസ്ലിമുൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒറ്റ കളറിൽ എഴുതുന്നു. മാർക്കറാണ് ഉപയോഗിക്കുന്നത്, വൈറ്റ് ബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2-3 കളറിലുള്ള ബ്ലാക്ക്, റെഡ് എടുത്ത് കാണിക്കുന്ന കളർ എപ്പോഴും എന്ത് ചെയ്യണം, കൊണ്ടുവരണം, ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ 25 രൂപ 50 രൂപ അല്ല നോക്കേണ്ടത്. ചിലപ്പോൾ നമ്മളെ പോക്കറ്റിൽ നിന്ന് വായിക്കാൻ, ചിലപ്പം സ്ഥിരമായി അവിടെ ഉണ്ടാവും. ഞാൻ കോഴിക്കോട് പഠിപ്പിക്കാൻ പോകുന്നിടത്ത് അവിടെ ബോർഡുണ്ട്. ആദ്യം പ്രസന്റേഷൻ ഉണ്ടായിരുന്നു, പിന്നെ അത് ബോർഡായി. ബോർഡുണ്ട്, അവർ തന്നെ മാർക്കർ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ്, എന്റെ കയ്യിൽ 2-3 മാർക്കർ കയ്യിലുണ്ട്, ബാഗിൽ എപ്പോഴും ഉണ്ടാവും. അവരിന്നലെ കൊണ്ടുവന്നത് ബോർഡിൽ എഴുതുന്ന മാർക്കർ അല്ല കൊണ്ടുവന്നത്. അവർക്കറിയില്ല അത് ബോർഡിൽ എഴുതുന്ന മാർക്കർ അല്ല, ചാർട്ട് പെന്നാണ് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ വേറെ ഉണ്ടെന്നോ. നമ്മുടെ കയ്യിൽ എന്തായിരിക്കണം, ഇത് ഉണ്ടായിരിക്കണം. കാരണം എന്താ, അള്ള ഇറക്കിയ 5 സൂക്തങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ അല്ല മതിൽ കലം എന്നാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ ടൂളൊക്കെ ഉണ്ടാകും. നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സാധാരണ സ്കൂളിൽ ഉപയോഗിക്കുന്ന സംഭവമാണ് ഏതാണ്, വടി ഉണ്ടാകാൻ പാടില്ലെന്നാണ്. ടീച്ചർമാർ യോജിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ വടി ഇല്ലാതെ പഠിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിലേക്ക് ഇല്ല, നമുക്ക് വടി പിന്നീട് ഉപയോഗിക്കാറില്ല സാർ, വടി ഉപയോഗിക്കാറില്ല. പക്ഷെ ഈ വടി തൂക്കിയിടല് സുന്നത്ത് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അറിയില്ല അതിനെ കുറിച്ച് എന്താണ് വീടുകളില്. വടി എന്താ, അടിക്കാനുള്ള വടിയാ? അറിയില്ല അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് പറഞ്ഞു തന്നാ കൊള്ളാം. ഹദീസ് കിട്ടിയാൽ ഞാൻ നോക്കാം അതിന്റെ സ്വീകാര്യത എന്താണ്. ഞാൻ എന്തായാലും കേട്ടില്ല. അതൊരു പക്ഷേ പിശാചിനെ അടിക്കാനുള്ളതായിരിക്കും. എന്തായാലും നമ്മള് കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും നമ്മൾ എപ്പോഴും സ്നേഹത്തോടു കൂടി മാത്രമേ പെരുമാറാവൂ. ചില ആൾക്കാരൊക്കെ മുതിർന്നവരെ എഴുന്നേറ്റ് നിർത്തിയിട്ട് ചോദിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഗ്രാമർ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് ചില ആൾക്കാർ പറയുന്നത് അത് അങ്ങനെ പഠിപ്പിച്ചാലേ ശരിയാവുള്ളൂ, കൃത്യമാണെന്ന്. പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്നത് ശരിയല്ല. അതിന് സ്കൂളുകളിൽ സ്ഥിരമായി നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് കുട്ടികൾ എഴുന്നേറ്റ് പറയുന്നു, ചോദിക്കുന്നു.
അത് നോർമൽ പ്രൊസീജിയർ എന്ന നിലയ്ക്ക് അത് കുഴപ്പമില്ല. അതിന് മുതിർന്ന ക്ഷണത്തോളം നമ്മൾ അവർ എഴുന്നേറ്റ് നിർത്തണോ, അവർ പറയുമ്പോൾ എഴുന്നേറ്റ് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നമ്മൾ അവരോട് അബ്ദുറഹ്മാൻ നിന്ന് പറയണം. ഞാനാണെങ്കിൽ ഒരു ഇരുന്ന് പറയാൻ പറയും. ഈ ഇരുന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പറയലേ കുട്ടികളോടെ. അപ്പൊ ഞങ്ങളെ സദറിന് സമ്മതിക്കൂല. അല്ല, മദ്രസകളിലും സ്കൂളുകളിലും എന്താണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ എഴുന്നേറ്റ് എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതല്ലേ ഇപ്പൊ ഖുറാൻക്കൊക്കെ കുട്ടികൾക്ക് ശരിക്കും ഇരുന്നാലേ ശരിക്കും ഓതാൻ കഴിയുള്ളൂ. നിന്നിട്ട് അവർക്ക് കഴിയൂല. നിങ്ങൾ നിലത്തിരിക്കുന്നോണ്ടാണ് അല്ലേ? നിലത്തിരിക്കുന്നോണ്ടാ. ബെഞ്ചുമ്മ തന്നെ ബെഞ്ചും ഡെസ്കും തന്നെ. ചില കുട്ടികൾ കുറച്ചൊക്കെ നീളം ഉണ്ടാവുമ്പോ ഇരുന്ന് ഓതണാണ് സുഖം. അതെ. അപ്പം അവർ ഡെസ്കിൽ ഖുറാൻ ഉപയോഗിക്കില്ല. അതൊക്കെ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് സ്കൂളുകളിൽ സ്ഥാപനങ്ങളിൽ എന്താണ് പ്രൊസീജിയർ അതനുസരിച്ച് ചെയ്യാമെന്നാ പറഞ്ഞു. എന്താണ് പ്രൊസീജിയർ അതനുസരിച്ച് ചെയ്യാം. അതേസമയം മുതിർന്നവരോട് നമ്മൾ നിന്ന് തന്നെ പറയണം എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് ചിലപ്പോൾ ചിലർക്ക് എന്താവും, ബുദ്ധിമുട്ടുണ്ടാവും. അത് എഴുന്നേറ്റ് പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഞാനാണെങ്കിൽ മുതിർന്ന ആൾക്കാർ, പ്രത്യേകിച്ച് എന്നെക്കാളും പ്രായമുള്ള ആൾക്കാർ, ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ 18 വയസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങി. മുതിർന്ന ആൾക്കാരൊക്കെ നമ്മൾ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ചിലപ്പോൾ നമുക്ക് ഒരു എന്ത് തോന്നും, ഇയാൾ എന്റെ മുന്നിൽ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു അഹങ്കാരം ഉണ്ടാവും. അത് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അവര് ഇരുന്ന് പറയുന്നത് നല്ലത്. അപ്പൊ അവരെങ്ങനെയാണോ എങ്ങനെ സ്കൂളിലൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അതായത് ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് എണീച്ച് നിൽക്കണമല്ലോ. അത് എണീച്ച് നിൽക്കാന്ന് പറയുന്ന സ്കൂളിന്റെ ഒരു സിസ്റ്റമാണ്. അപ്പോ അത് അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നൊരു കുട്ടി ഇങ്ങോട്ടേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അതായത് ആൾക്കാർ മുതിർന്നവർ വരുമ്പോ എണീച്ച് നിൽക്കുന്ന ഒരു സമ്പ്രദായം. അതെ, എഴുന്നേറ്റ്. അപ്പൊ അവരോട് പറയണമെന്ന് പറഞ്ഞാൽ, ഞാൻ എഴുന്നേറ്റ് നിന്ന് എന്നെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സ്കൂളിന്റെ ഒരു പ്രൊസീജിയർ ആണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ ഇപ്പൊ ചെയ്യാം. വേറെ സ്കൂളിലേക്ക് പോവാണെങ്കിൽ, ഇപ്പൊ ഒരു ഇസ്ലാമിക് സ്കൂളാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇസ്ലാമിന്റെ കൾച്ചർ ഇതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഒരു 4ാം ക്ലാസ് കഴിഞ്ഞാൽ ചിലപ്പോ വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് പോവേണ്ട ആൾക്കാരായിരിക്കും. അല്ല, അവരോട് എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം വേണം അവർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ സ്കൂളിന്റെ ഒരു പ്രൊസീജിയർ ആയിട്ട്, നിങ്ങൾ എന്നെ ബഹുമാനിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എന്നെ ബഹുമാനിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നരകത്തിന്റെ അവകാശിയാണ് എന്നാണ് എന്റെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്റെ നബി എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ശരിയാണ്. അങ്ങനെ ആരെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മക്കാദഹുമിനാണ്. അതൊക്കെ അതിന്റെ പ്രൊസീജിയർ പെട്ടതാണ്. അപ്പൊ ഈ മറ്റേ ആൾ റെഡിയായോ? റെഡി ആയിട്ടുണ്ട്, റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഓഫ് ചെയ്യാണ്. നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ അറിയാമല്ലോ? എല്ലാം ഓക്കെയാണ്. അപ്പൊ ഞാനിവിടെ മാർക്കിടാൻ തുടങ്ങും. പെൻസിലും പേപ്പറും ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രസൻസ്, അതേപോലെ കാര്യങ്ങൾ. ഇപ്പൊ ഞാനിപ്പം ഇതിലുള്ളത് ഞാൻ നോക്കിയിട്ടില്ല, അതിൽ അറ്റൻഡൻസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇതേപോലെ ആയിരിക്കും എല്ലാ ദിവസവും അതിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. ഞാൻ അറ്റൻഡൻസ് ഇടാൻ മറന്നാലും അറ്റൻഡൻസ് എന്തായാലും ഇതിൽ നോക്കിയിട്ട്, ഞാൻ ഗ്രൂപ്പിൽ നോക്കിയിട്ട് ഇവിടെ പ്രസൻസ് നോക്കിയിട്ട് മാർക്കിടും. പിന്നെ ഭാഗികമായി അറ്റൻഡ് ചെയ്യും എന്ന് പറഞ്ഞവർക്ക് അതെന്തുണ്ടാവില്ല, അത് പരിഗണിക്കില്ല. അതായത് ഫുൾ അറ്റൻഡ് ചെയ്യുന്നവർ മാത്രമേ ആ മണിക്കൂർ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തതായിട്ട് പരിഗണിക്കൂ. ബാക്കി നിങ്ങളുടെ പകുതി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട്, ഫുൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. പകുതി അറ്റൻഡ് ചെയ്താൽ നമ്മൾ അറ്റൻഡൻസ് ആയിട്ട് പരിഗണിക്കും. പകുതിയെന്നോ കുറച്ചെന്നോ പകുതിയും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ എന്താ പറയാ ഈമാന്റെ ഇതനുസരിച്ച് ചെയ്തുകൊള്ളാം. ഞാൻ അറ്റൻഡ് ചെയ്തു, ഞാൻ പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയും. ഇതിനകത്ത് നോക്കിയാലും ചില ഞാൻ നോക്കുന്ന സമയത്ത് ഉണ്ടാവും, പിന്നെ കാണില്ല. അത് പറ്റില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇപ്പോ ഫാത്തിമ രഹന എന്ത് ചെയ്യാണ്? ഇപ്പം ഞാൻ എന്ത് ചെയ്യാ, ഫാത്തിമ നോക്കട്ടെ, ഷെയർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഫാത്തിമ രണ്ടും ഫാത്തിമ തന്നെ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് ഫാത്തിമ എന്ന് എഴുതിയിട്ടുള്ളൂ ഞാൻ. ഫാത്തിമ എന്നുള്ളതാണ് നിങ്ങളുടെ പേരാണ് ഇപ്പൊ അല്ലേ? ഫാത്തിമ ഞാൻ എന്ത് ചെയ്യാം, കോ ഹോസ്റ്റ് ആക്കാം. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. ഓക്കെ, ബിസ്മില്ലാ.
ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയർ ചെയ്താ സ്ക്രീൻ ഷെയർ ചെയ്യും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ സ്റ്റുഡൻസ് ഇന്റർഫിയർ ചെയ്ത് കേട്ടാ. നിങ്ങൾ ഇടയ്ക്ക് കയറി ഒന്നും അഭിപ്രായം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് കൺക്ലൂഷൻ പറയാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുണ്ടോ? കേൾക്കാൻ കുഴപ്പമില്ല. ഉം. കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ. ഖുറാൻ പഠനത്തിനൊരു എളുപ്പവഴിയുടെ ആദ്യത്തെ ലെസനാണ് ഇന്ന് എടുക്കാൻ പോവുകയാണ്. സ്ക്രീൻ കുറച്ചുകൂടെ മുകളിലോട്ട് എടുക്കും. ഖുറാൻ പഠനത്തിനൊരു എളുപ്പവഴി ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ലേണിംഗ് മെത്തേഡാണ്. ഇതിൽ ഖുറാനിൽ വരുന്ന ഒരുപാട് ലെറ്റേഴ്സ്, വേർഡ്സ്, നാമങ്ങൾ, പ്രൊനൗൺസ്, പിന്നെ കണക്റ്റീവ് വേർഡ്സ്, അങ്ങനെ ഓരോന്നിനും ഓരോ സെക്ഷനായി തിരിച്ച് ടേം വൈസ് അസസ്മെന്റ്, നമ്മളുടെ തന്നെ പ്രോഗ്രസ് നമ്മൾ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടുള്ളൊരു സ്റ്റഡി സിസ്റ്റമാണ് ഖുറാൻ പഠനത്തിനൊരു എളുപ്പവഴി. ഇതിൽ ഫസ്റ്റ് നമ്മൾ സൂറ ഫാത്തിഹ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഖുറാൻ നമ്മൾ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് എപ്പോഴും ഓതേണ്ട ഒരു ആയത്താണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇതിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചിട്ട് അങ്ങനെ തുടങ്ങാം. അഊദു അഊദു ഞാൻ അഭയം തേടുന്നു, മിൻ ഇൽ നിന്നും, അശൈത്വാൻ പിശാച്, റജീം ശപിക്കപ്പെട്ട. ഇപ്പോൾ ഇതിനെ ജോയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. ഇതിൽ ഒരു ഇസ്മുണ്ട്, അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, അതിൻ്റെ കണക്റ്റീവ് വേർഡ് ഉണ്ട്. അങ്ങനെ ഓരോന്നും നമ്മൾ പോകെ പോകെ സ്റ്റെപ്പ് വൈസ് നമ്മൾ പഠിച്ചു വരും. പിന്നെ അടുത്ത ആയത്ത്, ഫസ്റ്റത്തെ ആയത്ത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ബി കൊണ്ട് എന്നുള്ളൊരു മീനിങ് ആണ് ബി. ഇസ്മ അതങ്ങനെ കണക്റ്റിംഗ് ആയിട്ടാണുള്ളത്. ബിസ്മി നാമം കൊണ്ട്, ഇസ്മ എന്ന് പറഞ്ഞ നാമം. ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. ബി ഇസ്മ അള്ളാഹു, ബിസ്മില്ലാഹി. അർ-റഹ്മാൻ പരമകാരുണികൻ, ഒരുപാട് അധികം ഏറ്റവും കരുണ ചെയ്യുന്നവൻ, അതാണ് അർ-റഹ്മാൻ. അർ-റഹീം എപ്പോഴും അടുത്ത സ്ലൈഡ് നെക്സ്റ്റ് സ്ലൈഡ്. അർ-റഹ്മാനി റഹീം. നെക്സ്റ്റ് അഊദു ഞാൻ അഭയം തേടുന്നു, ബില്ലാഹ് അള്ളാഹുവിനോട്, മിനശ് ശൈത്വാൻ പിശാചിൽ നിന്നും, അർ-റജീം ശപിക്കപ്പെട്ട. ഇതിലുള്ള കണക്റ്റീവ് വേർഡ്സ് ആണ് ബി, അൽ. ഇതൊക്കെ ജോയിൻ ഓരോ രണ്ട് വേർഡ്സിന്റെ ഇടയിൽ അതിനെ കണക്ട് ചെയ്യുന്ന വേർഡ്സ് ആണ്. പിന്നെ മിൻ അശൈത്വാൻ, മിനശൈത്വാൻ പിശാചിൽ നിന്നും. ഈ മിൻ എന്ന വാക്ക് തന്നെ 3000 തവണ ഖുറാനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഖുറാനിൽ ഓരോ വേർഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ റിപ്പീറ്റേഷനും നമ്മൾ ഇതിനോടും കൂടി മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മളുടെ പ്രോഗ്രസ് നമുക്ക് തന്നെ അറിയാനും പറ്റും, കൂടുതൽ പഠിക്കാനുള്ളൊരു ആവേശം കൂടിയാണത്. പിന്നെ ഷെയ്ത്വാന്റെ ബഹുവചനം ഷയാത്വീൻ, ഷെയ്ത്വാൻ ഷയാത്വീൻ. ഇസ്മിന്റെ
ബഹുവചനമാണ് അസ്മാ. അസ്മാ എന്ന് പറയുമ്പോൾ നാമങ്ങൾ. ഇസ്മ നാമം, അസ്മാ നാമങ്ങൾ. അർ-റഹ്മാൻ അധികം കരുണ ചെയ്യുന്നവൻ. റഹീം തുടർച്ചയായി കരുണ ചെയ്യുന്നു. നോൺ സ്റ്റോപ്പ് ആണ് അത്. അത് ഒരിക്കലും അവസാനിക്കാത്ത കരുണയാണ്. ഏറ്റവും കരുണ ചെയ്യുന്നവനും കരുണ ചെയ്തുകൊണ്ടേയിരിക്കുന്നവനുമായ അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദ് സ്തുതി. അൽഹംദ് അല്ലിനൊരു മീനിങ് എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ ദ യൂസ് ചെയ്യണ മാതിരിയാണ് അല്ല് അറബിയിൽ. അൽഹംദ് സ്തുതി. ലില്ലാഹ് അല്ലാഹുവിനാകുന്നു. റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ റബ്ബ് രക്ഷിതാവ്. അൽ ആലമീൻ ലോകങ്ങൾ. ഇവിടെ നമ്മൾ അറബിയിലുള്ള ഒരുപാട് അറബിക്കിൻ്റെതായിട്ടുള്ള റൂൾസുകൾ വരുന്നുണ്ട്. അത് നമ്മൾ പോകെ പോകെ പഠിക്കും. ഇപ്പൊ നമ്മൾ മീനിങ് മാത്രം നോക്കാം. ആലം ലോകം, ആലമീൻ ലോകങ്ങൾ. 73 തവണയാണ് ഖുറാനിൽ ആലം ആലമീൻ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. ഇപ്പോ ഖുറാൻ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നോക്കിയാൽ രണ്ട് വേർഡ്സിന്റെ ഇടയിൽ കാണുന്ന കണക്റ്റിംഗ് വേർഡ്സ്, അതായത് പാർട്ടിക്കിൾസ്, നമ്മൾ കണ്ടതിൽ ബി, ലി, ലില്ലാഹ് അവിടെ അള്ളാഹുവിനോട് അങ്ങനെ അതിനൊരു മീനിങ് ലി എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ബി, ബിസ്മി നാമം കൊണ്ട്, അങ്ങനെ ബി എന്നൊരു വേർഡും പഠിച്ചു. 1 ലെറ്റർ വേർഡാണത്. അതിന് മീനിങ് തരുന്ന ഒരു വാക്കാണത്. അതിനെപ്പോഴും അതിന്റെ മീനിങ് അത് തന്നെയാണ്. ബി കൊണ്ട്, ലി ഇന് വേണ്ടി, അള്ളാഹുവിന്, ലില്ല, അങ്ങനെ. അർ-റഹ്മാൻ പരമകാരുണികൻ. അർ-റഹീം കരുണാനിധി, അധികം കരുണ ചെയ്യുന്നവൻ. അർ-റഹ്മാൻ എന്നുള്ള അള്ളാഹുവിന്റെ നാമം ഖുറാനിൽ 57 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അർ-റഹീം എന്ന അള്ളാഹുവിന്റെ നാമം 182 തവണയാണ് ഖുറാനിൽ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോ ഖുറാൻ പഠനം സിസ്റ്റമാറ്റിക്കും ഈസി ആയിട്ടും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലേണിംഗ് പ്രോസസ്സാണ് ഖുറാൻ പഠനത്തിനൊരു എളുപ്പ വഴി. അതിൻ്റെ നെക്സ്റ്റ് മെത്തേഡാണ് നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ ഒരുപാട് സർഫുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പാട്ട് പോലെ പഠിച്ചിട്ടുണ്ട്. ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പൊ പാട്ടറിയാ, പക്ഷെ പാട്ടിൽ എന്താണ് പറയുന്നത് എന്നറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ നമ്മളത് ഈസിയായി പഠിച്ചെടുക്കാൻ ഒരു ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളത് പഠിക്കാം. അതിനെ നമ്മൾ കുറച്ച് ഷോർട്ടസ്റ്റ് ആക്കിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. അവിടെ പഠിച്ച മാതിരി ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ അങ്ങനെ ഒരുപാട് കൺഫ്യൂസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവിടെ കുറച്ച് ഷോർട്ടസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ പഠിക്കുക. അതിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സിസ്റ്റമാറ്റിക് ലേണിംഗ് മെത്തേഡാണ്. നോക്കാം, അതിൻ്റെ ഷോർട്ടസ്റ്റ് ആക്കിയിട്ടുള്ള 6 രൂപങ്ങളാണിത്. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഈ 6 ഫോമാണ്, പ്രൊനൗൺസിന്റെ 6 ഫോമാണിത്. ഈ സർവനാമങ്ങളിനെ ഖുറാനിൽ തിരയുകയാണെങ്കിൽ 1295 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഹുവ, ഹുവ അവൻ, ഹുവ അവൻ. ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇപ്പോൾ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മളുടെ ഫുൾ ബോഡി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തിട്ടേ നമുക്ക് പഠിക്കാം. കാണാപ്പാഠം പഠിക്കാതെ
കുറച്ച് മീനിങ് ഫുൾ ആയിട്ട് പഠിക്കാമല്ലോ. ഹുവ എന്ന് പറയുമ്പോൾ ഒരു ഇമാജിനറി, അവിടെ ഒരാൾ നിന്ന് അവരിനെ നമ്മൾ പോയിന്റ് ചെയ്ത് പറയണ മാതിരി നമുക്ക് പഠിക്കാം. നമ്മുടെ ഫിംഗർ യൂസ് ചെയ്തിട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയാം. ഹുവ അവൻ, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടെന്നൊന്ന് ഇമാജിൻ ചെയ്തിട്ട് ഹുവ അങ്ങനെ പഠിക്കാം. ഹുവ. ഹും എന്ന് പറയുമ്പോൾ അവർ എന്ന് പറയുമ്പോൾ നമ്മളുടെ 4 ഫിംഗർ നമുക്ക് ചൂണ്ടിയിട്ട് കാണിക്കാം. ഹും എന്ന് പറയുമ്പോൾ കുറെ പേരാണ്, 2ഓ അതിലധികമോ പേരാണ് ഹും. ഹുവ എന്ന് പറയുമ്പോൾ ഒറ്റ ആളാണ് ഹുവ, അവൻ. ഹുവ എന്ന് പറയുമ്പോൾ പിന്നൊന്ന് അത് പുല്ലിംഗമാണ്. അതില് ജെൻസിനെ ആണിന് പുല്ലിംഗത്തിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് ഹുവ. അതില് സ്ത്രീനെ ഇൻക്ലൂഡ് ചെയ്യില്ല. ഹുവ അവൻ, ഒരു ഫിംഗർ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുക. ഹും അവർ, 4 ഫിംഗറും ഒരു കോർണറിലേക്ക് നമ്മൾ 4 പേര് അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇമാജിനേഷനിൽ അതങ്ങനെ പഠിച്ചെടുക്കുക. അൻത എന്ന് പറയുമ്പോൾ നിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരുത്തൻ, അവനെ പോയിന്റ് ചെയ്തിട്ട് അൻത. നീ, ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അവനോട്. നീ, അൻത, നീ. അൻതും, നിങ്ങൾ. അപ്പോൾ അൻതും എന്ന് പറയുമ്പോൾ 2ലധികം പേരാണ്. അൻതും എന്ന് പറയുമ്പോൾ നമ്മൾ 4 ഫിംഗർ തുറന്നു വെച്ചിട്ട് പഠിക്കാം. ഈസിയാ നമുക്ക്. ഇതിനെയാണ് ടോട്ടൽ ഫിസിക്കൽ ഇൻട്രാക്ഷൻ. നമ്മളുടെ ബോഡി യൂസ് ചെയ്ത് നമ്മളുടെ ശരീരം അറിഞ്ഞ് പഠിക്കുന്ന, നമ്മൾ മൈൻഡ് തുറന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ലേണിംഗ്. അൻതും, നിങ്ങൾ. അന, ഞാൻ. അന എന്ന് പറയുമ്പോൾ ആ വിരല് എൻ്റെ നേരക്ക് തന്നെ അത് പോയിന്റ് ചെയ്തിട്ട് പഠിക്കാം. അന, ഞാൻ. നെഹ്നു, ഞങ്ങൾ. ഞങ്ങൾ 2ൽ കൂടുതലുള്ള ഒരു ടീമാണ് നെഹ്നു, ഞങ്ങൾ. അപ്പോൾ 4 ഫിംഗറും എൻ്റെ നേരെ അങ്ങനെ വെച്ചിട്ട് പഠിക്കുക. ഇപ്പോൾ എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടൊന്ന് പഠിച്ചാൽ അത് ഈസി ആയിട്ട് അത് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നെഹ്നു ഞങ്ങൾ. ഈ മൊത്തം വേർഡ്സും ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നെഹ്നു ഞങ്ങൾ. ഈ സർവനാമങ്ങൾ 1295 തവണയാണ് ഖുറാനിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അതായത് ഏകദേശം ഖുറാനിന്റെ ഒരു 8.5 പേജോളം വരുന്നത് ഈ സർവനാമങ്ങളാണ്. ഇത്രയും നമ്മൾ പഠിച്ചതിൽ സൂറത്തുൽ ഫാത്തിഹ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം. അതിന്റെ ശേഷം ഇപ്പോൾ സർവനാമങ്ങൾ 6 ഇത്രത്തോളം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഖുറാനിലെ ഏകദേശം 14 പേജോളം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഖുറാനിലെ പദങ്ങൾ 77,500. നമ്മളുടെ ഈ കോഴ്സ് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരു 62,000 വേർഡ്സ് ആണ്. ഇപ്പൊ നമ്മൾ അതിൽ കവർ ചെയ്തത്, ഇത്രത്തോളം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൽ കവർ ചെയ്തത് 8,006 വേർഡ്സ് ആണ്. അൽഹംദുലില്ലാ. ഇപ്പോ ഈ 6 സർവനാമങ്ങൾ പഠിച്ചതിനെ നന്നായി ഓർമ്മിച്ച് വെക്കാൻ, അതിനനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇമാജിനറി ഒരു ലേണിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അൽഹംദുലില്ലാ. സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. ജസാക്കല്ലാഹ്. وأنتم فجزاكم الله خيرا. ما شاء الله ما شاء الله جزاكم الله خيرا جزاك الله خيرا. അപ്പം ഇതിനെ സംബന്ധിച്ച
ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോയാൽ മതിയല്ലോ അല്ലേ? അടുത്ത ആള് റെഡിയല്ലേ? അടുത്ത ആള് ജമീല. ജമീല റെഡിയല്ലേ? ജമീലയുടെ ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പോവുള്ളൂ. ജമീല ഉണ്ടോ? അതെ, ഞാന് ഫാത്തിമ ബീഗം ഉണ്ട്. രണ്ട് ഫാത്തിമ ബീഗമാണോ? ഞാൻ ഫാത്തിമ ബീഗമാ. അല്ല, നേരത്തെ വിളിച്ചപ്പോ ജമീല സാഹിബ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആയിരുന്നു എടുക്കാമെന്ന് പറഞ്ഞത്. ജമീല വന്നില്ലല്ലേ? ജമീല ഇല്ല. ഓക്കെ. ഫാത്തിമ ബീഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ കുറിച്ച് ഒരു സമ്മറി പറഞ്ഞിട്ടെ. അപ്പം ഇതില് നമ്മളെ നേരത്തെ പാഠപുസ്തകം നേരത്തെ നമ്മുടെ കഴിഞ്ഞ ട്രെയിനിങ് നടക്കുമ്പോൾ ഈ കളർഫുൾ പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇതില് പോസിറ്റീവ് വശങ്ങളെ ഉള്ളു പറയാൻ കേട്ടോ. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. എന്തായിരുന്നാലും ഒരു 10 കുട്ടികളെ തുടങ്ങി വെച്ചിട്ട് അടുത്ത ക്ലാസ് അങ്ങ് തുടങ്ങുക. എന്തായാലും നിങ്ങൾക്ക് കഴിയും, ക്ലാസ് എടുക്കാൻ കഴിയും എന്നത് വളരെ ക്ലിയർ ആണ്. നമ്മള് ഈ ആൾക്കാരെയൊക്കെ മുന്നിൽ ഇരുത്തിയിട്ടാണ് നിങ്ങൾ ക്ലാസ് എടുത്തത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞങ്ങളൊന്നും ഇല്ലെങ്കിൽ ക്ലാസ് എന്തായാലും കമന്റിങ് ക്ലാസ് എടുക്കാനുള്ള എഫക്റ്റ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ ഒക്കെ ഓക്കെയാണ്. അൽഹംദുലില്ലാ. പിന്നെ പ്രകടമായ ഒരു സംഗതി പറയാനുള്ളത്, നെഹ്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിലധികം പേരെല്ലാം എന്താണ്? നെഹ്നുവാണ്. ഒന്നിൽ അധികം പേര് നെഹ്നുവാണ്. അതായത് ദ്വിവചനത്തിന് സംസാരിക്കുന്ന ആൾക്ക് വേറെ ഇതില്ല. സംസാരിക്കുന്ന ആൾക്ക് അനയും നെഹ്നുവും മാത്രമേ ഉള്ളൂ. ഏകവചനവും ബഹുവചനവും മാത്രമേ അറബിയിലുള്ളൂ. അതുകൊണ്ട് ആ ഭാഗം ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ്സിലൊന്നും അത് എവിടെയും വരുന്നില്ല. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആണെന്ന് പെണ്ണുങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല ആൾക്കാരോട്. പിന്നെ നമ്മൾ ഹിയ പറയുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, അതുവരെ സസ്പെൻസിൽ വെച്ചിരുന്നാൽ മതി. കാരണം ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓക്കെ ഹു, അവൻ, ഹോം, അവർ. നമ്മൾ പിന്നീട് വരുമ്പോഴാണ് ഈ അവർ എന്നുള്ളത് ആണുങ്ങളെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളെന്ന് പിന്നീട് ഗ്രാജുവലി മാത്രം മനസ്സിലാക്കിയാൽ മതി. അതെന്താണ്? ഗ്രാജുവലി മാത്രം മനസ്സിലാക്കിയാൽ മതി. അന്നേരം ഇത് ജെൻഡർ ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്നുള്ള ഒരു സംഭവം കേൾവിക്കാരന്, സ്റ്റുഡൻസിനൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പറഞ്ഞു പഠിപ്പിക്കുന്നു. ഹു, അവൻ, ഹോം, അവർ, ആന്റണി, അന്റണി. അപ്പൊ നിങ്ങൾ ഞങ്ങളോട് പറയാനെന്താ പറയാൻ വേണ്ടി റഷീ സാറ് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളത് പറഞ്ഞില്ല. നമുക്ക് ഒരുമിച്ച് പറയാം, എല്ലാവരും ഒരുമിച്ച് പറയുമെന്ന് പറയണ്ടേ, എന്നാലും എല്ലാവരും ഒരുമിച്ച് പറയുള്ളൂ. അപ്പോൾ ഒരു ശല്യം പോലെ ഉണ്ടാകും. അപ്പോഴാണ് ഞാൻ പറയാം എന്നെ കുറച്ചുകൂടെ അറിഞ്ഞാലും. അപ്പം എന്തായാലും നിങ്ങൾ പറയിപ്പിക്കും, അത് വേറെ കാര്യം. നമ്മള് അങ്ങനെ കൂടെ നമ്മളെ കൂടെ കയ്യിലെടുക്കണം. ഈ നിങ്ങൾ വിചാരിക്കേണ്ടത് ഈ ഇരിക്കുന്നതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ടീച്ചേഴ്സ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അത് പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് റെക്കോർഡ് ചെയ്യും, ഇത് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നത്. ലിങ്ക് നിങ്ങൾക്ക് തരും. നിങ്ങൾ ലിങ്ക് ഉപയോഗിച്ചാൽ മാത്രമേ അതിൽ യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ ചില സംഗതി നമ്മൾ എന്താ പറയാ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യും, പിന്നെ മുഖം തുറക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതിൽ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ചില ആൾക്കാരെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, നിരുത്സാഹപ്പെടുത്തുന്നതിലേക്ക് വന്നു എന്നൊരു തോന്നലുണ്ട്. ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാനത് ഒന്നുകൂടെ പറയാണ്, അത് പഠിപ്പിക്കുമ്പോൾ അവരവരുടെ ഇഷ്ടമാണ്. അതേസമയം പെണ്ണുങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മുഖം തുറന്നിട്ടായിരിക്കും ക്ലാസ് എടുക്കുക. അത് വേറെ കാര്യം. കാരണം ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അധ്യാപനത്തിലെ ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ഇത് ആണുങ്ങൾ ഇതിൽ കേൾവിക്കാരായിട്ടുള്ളത് കൊണ്ടും അതേപോലെ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്നത് കൊണ്ടും ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണത്. അത് അവരവർക്ക് തീരുമാനിക്കുക എങ്ങനെ വേണമെന്നത്. അതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും അത് ഞാൻ അന്നേരത്തെ പിന്നീടാണ് എൻ്റെ മനസ്സിൽ വന്നത്. കോൺഫിഡൻഷ്യൽ അപ്ലോഡിംഗ് കൊണ്ട് യൂട്യൂബിൽ തന്നെ ഉണ്ട്. നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ പബ്ലിക് ആക്കിയാൽ മാത്രമേ പബ്ലിക് ആവുള്ളൂ. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നവർക്ക് അതിൽ കിട്ടും. നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നതെല്ലാം
ലിങ്ക് തരും, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ലിങ്ക് തരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രം അത് പരിമിതമാകേണ്ടതാണ്. ഞാൻ ചില കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി പറയുന്നതൊക്കെ നമുക്ക് കോൺഫിഡൻഷ്യൽ അല്ല, നമുക്ക് പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പോ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇമാജിനറി പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഇമാജിനേഷനെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാ അതൊക്കെ നമ്മൾ ഓൺ ദ വേയിൽ ശരിയാകും. ഡിഫക്റ്റുകളൊന്നും പറയാൻ വേണ്ടി ഇല്ല. ഇൻഷാ അല്ലാഹ് മെരിറ്റുകളേ ഉള്ളൂ. വേറെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ അടുത്ത ക്ലാസ്സിനെ സംബന്ധിച്ച്? ക്ലാസ് ഫോർമലി എടുക്കുമ്പോൾ ഇതിനേക്കാളും വരും കേട്ടോ. ക്ലാസ് ഫോർമലി സ്റ്റുഡൻസിന് വേണ്ടി എടുക്കുമ്പോൾ ഇതിനേക്കാളും വരും. ഈ സമയത്ത് തീരുമില്ല എന്തായാലും. പിന്നെ നമ്മൾ ഈ പ്രസന്റേഷന് തന്നിരിക്കുന്നത് ചിലത് എന്താണ്, അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാകാത്ത. എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടായിരുന്നോ, നമ്മളെ നെറ്റിലെ വീഡിയോ കണ്ടില്ല? ക്ലാസ്സിൽ എത്തിയ ആള് ഫാത്തിമ? വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ. അപ്പൊ ഈ ആദ്യം പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ആദ്യം കൊടുത്തിരിക്കുന്ന വാക്കുകൾ, ഈ വാക്കുകൾ ഇതിലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഈ വാക്കുകളൊക്കെയാണ് നമ്മൾ പ്രധാനമായും, ഈ വാക്കുകളാണ് ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ സാരം. ഓക്കെ. അതേപോലെ മിൻ പറഞ്ഞ സ്ഥലത്ത് ആ വീഡിയോ തന്നെ പറയുന്നുണ്ട്, മിൻ എന്നുള്ളത് മിന എന്ന് വരും, മിന്നിന് സുക്കൂനിട്ട് വരും. അതേപോലെ സുക്കൂൻ ഇല്ലാതെ വരും, അവിടെ 3 മിൻ എഴുതിയിട്ടുണ്ടല്ലോ, ആ സൈഡിൽ 3 മിൻ എഴുതിയിട്ടുണ്ട്. അത് അതിനു വേണ്ടിയുള്ളതാണ്. ഇനി ശക്തമായ തലച്ചോറെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശക്തമായ തലച്ചോറിന്റെ ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ കുറച്ച് അറിവുണ്ടെങ്കിൽ മാത്രം അത് പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാനത് കുറെ ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ ആ ശക്തമായ തലച്ചോറ് കൂടെ അങ്ങ് പോയിട്ട്, ശക്തമായ തലച്ചോറ് നമുക്ക് തന്നിട്ടുണ്ട്. അത് അത്രത്തോളം വിശദമായി പറയേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അതേപോലെ ബഹുവചനം പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആവർത്തിച്ച് 4-5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എല്ലാവരെയും കൂടെ ആവർത്തിപ്പിക്കണം. നമ്മൾ ഹുവാഹും ആവർത്തിപ്പിക്കുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞു നോക്കൂ. അപ്പൊ ഇതില് നിങ്ങൾക്ക് തന്ന പ്രസന്റേഷൻ എനിക്ക് തോന്നുന്നു ഷെയ്ത്താൻ ഇസ്മ ചിലതിന്റെയൊക്കെ ഹർക്കത്തില്ലാന്ന് തോന്നുന്നു അല്ലേ? ഹർക്കത്തെല്ലാം നമ്മൾ ഹർക്കത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇസ്മ അസ്മാ അവിടെ ഹർക്കത്തില്ല. നമ്മളെല്ലാം ഫുള്ള് ഹർക്കത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മള് കമ്മ്യൂണിക്കേറ്റീവ് അറബി പഠിപ്പിക്കുമ്പോഴും ഫുള്ള് ഹർക്കത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ എഴുതുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും ഹർക്കത്തിട്ടാണ് എഴുതേണ്ടത്. അപ്പം ഇസ്മുൻ അസ്മാ ഉൻ, ഇസ്മുൻ അസ്മാ ഉൻ, ഇസ്മുൻ അസ്മാ ഉൻ എന്ത് ചെയ്യണം, ഈ ബ്രോക്കൺ പ്ലൂറൽസ് പ്രത്യേകിച്ച് നമ്മൾ ബ്രോക്കൺ പ്ലൂറൽസ് നമ്മൾ ഇപ്പൊ പറയുന്നില്ലെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയാണ്. ഈ സംഗതി നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കണം. ഇസ്മുൻ അസ്മാ ഉൻ, ഇസ്മുൻ അസ്മാ ഉൻ, ഇസ്മുൻ അസ്മാ ഉൻ. അതേപോലെ ഷെയ്ത്താൻ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഷെയ്ത്താനുൻ ഷെയ്ത്താനുൻ ഷയാത്തീനു, അപ്പോ ഒരു ലമ്മേ ഉള്ളൂ എന്ന് കൂടെ നമുക്കറിയുന്ന ഒരു ലമ്മ മാത്രമുള്ള നാമങ്ങളുണ്ടല്ലോ, അത് നമുക്കറിയാം എന്തുകൊണ്ടാണ് അവിടെ ഒരു ലമ്മ ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ലമ്മിൽ അവസാനിക്കുന്ന നാമങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഷെയ്ത്താനുൻ ഷയാത്തീനു, ഷയാത്തീനു എത്ര ലമ്മുണ്ട്? ഒരു ലമ്മേ ഉള്ളൂ. ഷെയ്ത്താനുൻ ഷയാത്തീനു പറഞ്ഞു നോക്കി, ഷെയ്ത്താനുൻ ഷയാത്തീനു, ഷെയ്ത്താനുൻ ഷയാത്തീനു. അപ്പൊ അതേപോലെ 3000 പ്രാവശ്യം വന്നിട്ടുള്ള വാക്കാണ് മീൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി, 3000 എന്ന് പറയുമ്പോഴത്തേക്ക് 20 പേജായി. ഒരു പേജ് 150 വാക്ക്, ഒരു പേജിൽ ഖുർആനിൽ ഒരു പേജ് 150 വാക്കാണുള്ളത്. അപ്പം 300 ആക്കായപ്പോഴത്തേക്ക് 2 പേജായി, 3000 ആയപ്പോ 20 പേജായി. പിന്നെ ബാക്കി
29 ജിസ് നമുക്ക് പഠിക്കാനുള്ളൂ. മീൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജിസുമായി. അങ്ങനെ കുറച്ച് എന്ത് ചെയ്യാം, നമ്മൾ പറയുന്ന സംഗതികളുണ്ടല്ലോ, അത് കുറച്ച് പഠിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ഇതാണ്. സർ ഒരു ഡൗട്ട്, ഈ പിന്നെ അതേപോലെ ഒരു ഇസ്മ ഒറ്റ വാക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു വാക്ക് എവിടെയാണ് വന്നത്? ഇതിന്റെ ഒറിജിനൽ പ്രസന്റേഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് തരുമ്പോ ഇത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആശയമുള്ള ഒറ്റ അക്ഷരങ്ങളാണ്. അതായത് ഈ ഒരക്ഷരമേ ഉള്ളെങ്കിലും ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒരക്ഷരമാണ്, എന്നാലേ അത് അടുത്ത വാക്കിനോടൊപ്പം ചേർന്നായിരിക്കും വരുന്നത്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചേക്കാം. ലി കൊണ്ട് ലിന് വേണ്ടി ലി എന്നുള്ളത് അള്ളാഹ് എന്ന വാക്കിനോടൊപ്പം ചേർന്നേ വരുള്ളൂ എപ്പോഴും. അതായത് തൊട്ടടുത്ത വാക്കിനോടൊപ്പം ചേർന്നേ വരുള്ളൂ. ഇപ്പോഴ ബില്ലാഹി അള്ളാഹുവിന് എന്താ പറഞ്ഞു? അവരെല്ലാം പറഞ്ഞോ? ഓക്കെ, അടുത്ത ടീച്ചർ ഫാത്തിമ. സർ ഞാനൊരു ഡൗട്ട് ചോദിച്ചത്, ഈ പറയാം. ഹറക്കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ സാറ്? ഇസ്മ, അതെ ഇസ്മിന് നമ്മള് അങ്ങനെ ഹർക്കത്ത് കൊടുക്കാൻ പറ്റുമോ? ഈ അലിഫിന് അതെ, താഴെ നമ്മൾ കസറ് കൊടുക്കാൻ പറ്റുമോ? വായിപ്പിക്കുമ്പോൾ എന്താണ്, ഇസ്മുൻ അസ്മാഉൻ നിങ്ങൾ തന്നെ വായിപ്പിക്കണം. അതേപോലെ എഴുതുമ്പോഴും കെസറിട്ട് തന്നെ എഴുതണം. എഴുതണോ? കെസറിട്ട് എഴുതണം. ഹംസ കെസ്ര. എന്തിനെന്ന് ചോദിച്ചാൽ കുട്ടികളെ ആസ്മാണോ ഉസ്മാണോ എന്ന് വായിക്കുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അറിയില്ല. അല്ല, അത് ഹംസത്തിൽ അതുകൊണ്ട് ഹംസ ഇടാതെ കെസറിട്ടാണ് പഠിപ്പിക്കേണ്ടത്. നമ്മള് മദീന അറബിക്ക് എടുത്ത് നോക്കിയാലും അതിനകത്ത് കാണാം. വേറെ പല പുസ്തകങ്ങളും ഞാനത് കണ്ടിട്ടുണ്ട്. അതായത് ഒഫീഷ്യലി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇതിലുണ്ട്, കെസറിട്ട് പഠിപ്പിക്കും. അപ്പം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കിയതാണ്. ഇപ്പം അവിടെ ഈ ആണോ കുട്ടികൾ വായിക്കുന്നത്, ഊ ആണോ കുട്ടികൾ വായിക്കുന്നത്, ആയാണോ കുട്ടികൾ വായിക്കുന്നത്, നമുക്ക് എല്ലാം അറിയാൻ പറ്റും. അതുകൊണ്ട് ഇസ്മുൻ അസ്മാഉൻ അവിടെ കെസറിട്ടാണ് പഠിപ്പിക്കേണ്ടത്. നമ്മള് എന്ത് ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് അഡൽട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫുള്ളായിട്ട് എഴുതിപ്പിക്കുന്നില്ല. അഡൽട്ടിനെ കൊണ്ട് ലാംഗ്വേജ്, മുതിർന്നവരെ കൊണ്ട് ലാംഗ്വേജ് ഭാഗം മാത്രമാണ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ച് ഫുള്ളായിട്ട് നമ്മൾ എഴുതിപ്പിക്കും. കാരണം അവരിനിയൊരു തലമുറ, വേറെ തലമുറയൊക്കെ പഠിപ്പിക്കാനുള്ള ആൾക്കാർ, വേറെ സംഭവത്തിലേക്ക് എത്താനുള്ള ആൾക്കാരാണ്. ഒരു ഇവിടെ നിന്ന് എന്താണോ പഠിക്കുന്നത് അതാണ് അവരുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ അവരോട് പ്രത്യേകം പറയണം, ഇസ്മ എഴുതുമ്പോൾ എവിടെയൊക്കെയാണോ ടെക്സ്റ്റ് ബുക്കിൽ ഹംസ ഇല്ലാത്തത് അവിടെയൊക്കെ ഹംസ, അവിടെ ഒന്നും ഹംസ ഇടാൻ പാടില്ല. എവിടെയൊക്കെയാണോ ഹംസ ഉള്ളത് അവിടെയൊക്കെ ഹംസ ഇട്ട് എഴുതണം എന്ന് പ്രത്യേകം പറഞ്ഞാണ് പഠിക്കും. അപ്പൊ ഇസ്മിന് ഹംസ ഇല്ല, അഴൂദിന് ഹംസ ഉണ്ട്. അപ്പൊ അഴൂദ് എഴുതുമ്പോൾ ഹംസ ഇട്ട് എഴുതണം. ഇസ്മ എഴുതുമ്പോൾ ഹംസ ഇട്ട് എഴുതാൻ പാടില്ല, ഹംസ ഇടാൻ പാടില്ല. അപ്പൊ നമ്മള് അതേപോലെ അന അൻത എന്നൊക്കെ പറയുന്നിടത്ത് എന്ത് ചെയ്യണം, ഹംസ ഇടണം. അത് പ്രത്യേകം പറഞ്ഞാണ് പഠിക്കുക. ഇപ്പൊ നമ്മൾ ഹംസ ഇല്ലാതെ പഠിപ്പിക്കുന്ന ഈ, എനിക്ക് തോന്നുന്നു എന്താണ് തബ്ലീഗിനെ പഠിപ്പിക്കുന്ന പുസ്തകത്തിന്റെ പേരെന്താണ്? ഈ അധികം നിങ്ങളൊക്കെ തജ്വീദ് പഠിപ്പിക്കുന്നിടത്തും ഈ ആദ്യം പഠിപ്പിക്കുന്ന പുസ്തകത്തിന്റെ പേരെന്താ? നൂറാനിയാണ്. നമ്മളത് ഫത്തഹ് റഹ്മാനാണ്. ഫത്തഹ് റഹ്മാൻ. ഫത്തഹ് റഹ്മാനിലെ ഹംസ ഉണ്ടോ? ഇല്ല, അതന്നെ ആ റൂൾസ് അത് പറയുന്നുണ്ട്. അതിലൊരു എക്സെപ്ഷൻ വേർഡ് ആയിട്ടാണ് ഇസ്മ പറയുന്നത്. അല്ല അതൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അനയ്ക്കും അന്തയ്ക്കൊക്കെ ഹംസയായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ അതിൽ? ഹംസ ഉണ്ട്. നൂറാനി കായികയിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഫത്തഹ് റഹ്മാനിലുണ്ട്. അല്ല, അത് ഫത്തഹ് റഹ്മാനില് വേർഡ്സ് ആണ്, ഖുറാനിലെ വേർഡ്സ് ആണ് പഠിപ്പിക്കുന്നത്. ഫത്തഹ് റഹ്മാൻ അത് ആരുടെ സിലബസ് ആണത്? ഈജിപ്ഷ്യൻ സിലബസ്. ഓക്കെ, ഫത്തഹ് റഹ്മാൻ ഞാൻ നോക്കിയതാ, കിട്ടിയില്ലെങ്കിൽ പറയാം. അപ്പൊ എവിടെയാണോ ഹംസ ഉള്ളത് അവിടെ ഹംസ ഇട്ട് എഴുതിപ്പിക്കണം. അവിടെ ഇല്ലാത്തടത്ത് ഹംസ ഇല്ലാതെ എഴുതിപ്പിക്കണം. നമ്മളെ പുസ്തകത്തെയാണ് നമ്മൾ ബേസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നമ്മളെ പുസ്തകത്തെയാണ് ബേസ് ചെയ്യുന്നത്. കാരണം അതാണ് എളുപ്പം, കൈകാര്യം ചെയ്യാൻ എളുപ്പം, ആധുനിക അറിവുമായി അടുത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ടാണ് അത് സ്വീകരിക്കുന്നത്. ഇതല്ലാതെയും ഉള്ള ഖുർആൻ സ്ക്രിപ്റ്റുകളുണ്ട്, അത് നമ്മൾ മനസ്സിലായിരിക്കണം കേട്ടോ. ഈ സ്ക്രിപ്റ്റ് മാത്രമേ ഖുർആൻ എഴുതാൻ ഉപയോഗിക്കാവൂ എന്നില്ല. നൂറാനി കായികക്കാരും അതേപോലെ ബോംബെ പ്രിന്റും എന്താ പറയുക ചെന്നൈ പ്രിന്റ്, മദ്രാസ് പ്രിന്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഓതന്റിക് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ആധുനിക അറബി എഴുത്തുമായി യോജിച്ച് നിൽക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതായത് കൊണ്ട് ഇതാണ്
നമ്മളെ സംബന്ധിച്ചോളം ഇതാണ് സ്വീകാര്യോഗ്യം നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്നും അസ്വീകാര്യമെന്നല്ല. അങ്ങനെയും ഖുർആൻ സ്ക്രിപ്റ്റ് ഉണ്ട്. പിന്നെ ഒറിജിൻ പറഞ്ഞു പോയാൽ ഖുർആന്റെ എഴുത്തിൽ 10 കസമുള്ള ഒന്നുമില്ല, ഹംസയും ഇല്ല, ഡോട്ടും ഇല്ല, ഖുർആന്റെ എഴുത്തിലില്ല. പിന്നീട് ബാക്കിയുള്ള എല്ലാം അനറബികൾക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ സിസ്റ്റം സ്വീകരിച്ചാൽ ആധുനിക അറബി എഴുത്തിനോട് യോജിച്ച് പോകാൻ പറ്റും. ഓക്കെ, ഫാത്തിമ ബീഗം. ഇതിലുള്ളത് ഞാനാ ഫാത്തിമ ബീഗം. രഹന ഷംസ്. റഹ്മ ഷംസ്. ഓക്കെ. ഞാൻ നിങ്ങളെ പോസ്റ്റ് ആക്കാം. നിങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയോ? ഷെയർ ചെയ്യട്ടെ സാറേ. ഷെയർ ചെയ്യണം. ഞാൻ ഷെയറിങ് കോപ്പി ചെയ്യാം. എന്റെ ഷെയറിങ് കോപ്പി ചെയ്തു. നമ്മൾ പറഞ്ഞ 10 മണി വരെയാണ്, ഇനി 10 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഈ എന്താ പറയാ, ഫാത്തിമ ഷംസ്, ഫാത്തിമ അത് ചുരുക്കണ്ട, നിങ്ങൾ ഫുള്ളായിട്ട് പറഞ്ഞോളി. ഇരിക്കുന്നവർക്ക് ഇരിക്കാം. 10 മണി കഴിഞ്ഞതിന് ശേഷം ധൃതിക്കാർക്ക് പോകാം കേട്ടോ, ഓപ്ഷനാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടും എന്താണ് പല കാരണങ്ങൾ കൊണ്ട്, എന്റെ കാരണങ്ങൾ കൊണ്ടും സ്റ്റുഡൻസിന്റെ അസൗകര്യം അത് നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. കാരണം ഓക്കെ, കുറച്ച് ചുരുക്കി പറയാം സാധേന. അങ്ങനെ ചുരുക്കണ്ട. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞോളൂ. ബാക്കി ഇവാലുവേഷൻ ഒക്കെ ഞാനാണ്. ഇരിക്കുന്നവർ ഇരിക്കും, അല്ലാത്തവർ പോകും 10 മണി കഴിഞ്ഞ്. നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് എന്റെ മുന്നിലാണ്. ഉസ്താദ് ഇത് അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. ഖുർആൻ പഠനത്തിന് ഒരു എളുപ്പവഴി എന്ന പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് നമ്മുടെ സെഷനിലോട്ട് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിന് തന്നെ, ഈ നമ്മുടെ പഠനത്തിന് തന്നെ, പഠന സിസ്റ്റത്തിന് തന്നെ ഒരു പേരിട്ടേക്കുന്നത് ഖുർആൻ പഠനത്തിന് ഒരു എളുപ്പവഴി എന്നുള്ളതാണ്. അതുപോലെ അനർത്ഥമാകുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെക്ഷനിലൂടെ നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളും ഖുർആനിൽ 1295 തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള 6 സർവനാമങ്ങളും ആണ്. ഈ 6 സർവനാമങ്ങളെ തന്നെ നമ്മുടെ സമ്പൂർണ്ണ ശാരീരിക പങ്കാളിത്തത്തോടുകൂടി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുകൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ 3 ആയത്തുകൾ ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. നമുക്ക് ആദ്യം ഔദിന്റെ പദാനുപദം അർത്ഥം ഒന്ന് നോക്കാം. ഔദു, ഞാൻ അഭയം തേടുന്നു. ബില്ലാഹി, അള്ളാഹുവിനോട്. മിനശ് ശൈത്വാനി, പിശാചിൽ നിന്ന്. അർറജീം, ശപിക്കപ്പെട്ട. അപ്പം ഔദു എന്ന് പറയുമ്പോൾ ഞാൻ അഭയം തേടുന്നു. ബില്ലാഹി, അതായത് ബിയും അള്ളാഹു എന്നുള്ള ആ 2 പദങ്ങൾ ചേരുമ്പോഴാണ് ബില്ലാഹി എന്നും ഉണ്ടാകുന്നത്. അള്ളാഹുവിനോട്. മിനശ് ശൈത്വാനി, പിശാചിൽ നിന്ന്. അതായത് ഖുർആനില് 2 വാക്കുകൾ ചേർന്നാണ് മിന അൽ ഷൈത്താനി.
അതായത് അവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മിനശ്ശൈത്വാനി എന്നാണ് വരുന്നത്. അപ്പൊ ആ മിന എന്നുള്ള രൂപം മിൻ എന്നും മിന എന്നും മിൻ സുക്കൂനില്ലാത്ത രീതിയിലും ഖുർആനിൽ 3000 തവണയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അഭയം തേടുന്നു ബില്ലാഹി അള്ളാഹുവിനോട് മിനശ്ശൈത്വാനി പിശാചിൽ നിന്ന് അർറജീം ശപിക്കപ്പെട്ട. ആ ഒരു ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്നുള്ളതാണ്. ആ ഷെയ്ത്താൻ എന്നുള്ള ഏകവചനത്തിന്റെ ബഹുവചനം എന്ന് പറയുന്നത് ഷയാത്തീൻ എന്നാണ്, ഷയാത്തീനു എന്നാണ്. ആ 2 പദങ്ങളും ഖുർആനില് 88 തവണയാണ് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് നമ്മൾ നോക്കുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ, അർ-റഹ്മാനി കാരുണികൻ, അർ-റഹീം കരുണാനിധി. ബിയും ഇസ്മും കൂടെ ചേരുമ്പോഴാണ് ബിസ്മി. ബി അധികം ഇസ്മ, ബി പ്ലസ് ഇസ്മ എന്ന് പറയുമ്പോഴാണ് ബിസ്മി എന്നുള്ള ആ രൂപം ഉണ്ടാകുന്നത്. അതായത് ബിസ്മില്ലാഹി നമ്മളതിന് അധികമാകുമെന്ന് എനിക്കറിയത്തില്ല, ബസ്മല എന്നുകൂടെ പറയുന്നുണ്ട്. ഏത് കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു. അർ-റഹ്മാനി പരമകാരുണികൻ, അതായത് ഏറ്റവും കൂടുതൽ അധികം കാരുണ്യം ചെയ്യുന്നവന്. അർ-റഹീം കരുണാനിധി. ആ റഹ്മാന് അധികം കരുണ ചെയ്യുന്നവനെന്നും റഹീം എന്ന് വരുമ്പോൾ തുടർച്ചയായി എപ്പോഴും നിരന്തരമായിട്ട് കരുണ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ആ അർ-റഹ്മാനും അർ-റഹീമും ഖുർആനില് അർ-റഹ്മാൻ 57 തവണയും അർ-റഹീം 182 തവണയുമാണ് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്മുൻ എന്നതിന്റെ ബഹുവചനം എന്ന് പറയുന്നത് അസ്മാഉ എന്നാണ്. ആ ഒരു ബഹുവചനം ആ 2 പദങ്ങളും 39 തവണ ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അതിന്റെ മൊത്തത്തിലർത്ഥം പറയുമ്പോൾ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അടുത്ത ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതായത് അൽഹംദു എന്ന് ഹംദ് എന്ന് പറയുന്നതാണ് സ്തുതി എന്നുള്ള ഒറ്റ വാക്ക് വരുന്നത്. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാകുന്നു. റബ്ബ് രക്ഷിതാവ്, പരിപാലകൻ, നിയന്താവ് എന്ന ആ ഒരു തലത്തിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് അൽ ആലമീൻ ആലം എന്ന ലോകം എന്നുള്ള വാക്കിന്റെ ബഹുവചനമായിട്ട് ആലമീൻ, അതായത് ലോകങ്ങളുടെ നമ്മള് താമസിക്കുന്ന, അതായത് നമുക്കറിഞ്ഞുകൂടാത്ത പല ലോകങ്ങളിലൂടെയാണ് ഈ ആലമിന്റെ മീനിങ് വരുമ്പോഴേ ലോകങ്ങളുടെ ജീവനുള്ളവയും ഇല്ലാത്തവയും അവയിൽ കൂടുതൽ എന്തെല്ലാം തരത്തിലുള്ള സാധനങ്ങൾ, ജീവജാലങ്ങളായാലും അല്ലാതായാലും എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം ഉടയവനായ, അതിന്റെ എല്ലാം രക്ഷിതാവായ, പരിപാലിച്ചു കൊണ്ടുപോകുന്നവനായ ആ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആ അൽഹംദു എന്ന് പറയുന്ന പദം 43 തവണയും റബ്ബ് എന്ന് പറയുന്ന പദം 970 തവണയുമാണ് ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളത്. അത് ആലമീൻ എന്ന് പറയുന്നതിന്റെ ഏകവചനം എന്ന് പറയുന്നത് ആലം, അതിന്റെ ബഹുവചനം എന്ന് പറയുന്നത് ആലമീൻ. അത് 73 തവണ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടെ ലില്ല, നമ്മൾ 2 കണക്ട് ചെയ്യാനുള്ള 2 വാക്കുകൾ പഠിച്ചായിരുന്നു. ബിയും ഇപ്പൊ ഇവിടെ ഒരെണ്ണം പഠിച്ച് ഔദു ബില്ലാഹി അല്ല ബിസ്മില്ലാഹ്, ഇവിടെ അൽഹംദുലില്ലാഹി എടുത്ത് വന്നപ്പോഴേ ഈ ഒരു അധികം പദമായിട്ട് വന്ന്
പിന്നെ ബിസ്മിയുടെ അവിടെ വന്നപ്പോ ഒരു ബി വന്നിട്ടുണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ കണക്ട് ചെയ്ത് പറയുന്ന പദങ്ങളാണ്. ആ കണക്ട് ചെയ്ത് പറയുന്ന പദമാണെങ്കിലും അതിന് ബി എന്ന് പറയുവാണെങ്കിൽ കൊണ്ട്, ബിസ്മി കൊണ്ട്, അല്ലെ അങ്ങനെ. ലി ഇക്ക് ഇനി വേണ്ടി എന്ന അർത്ഥം കിട്ടുന്ന തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി അർ-റഹ്മാനിർ റഹീം, അത് നമ്മൾ ബിസ്മി പഠിച്ചപ്പോ തന്നെ നമ്മൾ പഠിച്ചു. റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികനും റഹീം എന്ന് പറയുന്നത് കരുണാനിധിയുമായത്. അങ്ങനെ റഹ്മാൻ അതായത് അധികം കരുണ ചെയ്യുന്നവന്. നമ്മള് ഓരോന്ന് പറയുമ്പോഴും ഭംഗിയുള്ളവൻ, ഏറ്റവും ഭംഗിയുള്ളവൻ, അല്ലെങ്കിൽ വിശപ്പുള്ളവൻ, ഏറ്റവും അധികം വിശക്കുന്നവൻ, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ തന്നെ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അധികം കരുണ ചെയ്യുന്നവന്. റഹീം എന്ന് പറയുമ്പം നൈരന്തര്യമായിട്ട്, അതായത് തുടർച്ചയായിട്ട് കരുണ ചെയ്യുന്നവന്. അത് നമ്മൾ നേരത്തെ ബിസ്മി പറഞ്ഞതുപോലെ തന്നെ റഹ്മാൻ എന്നുള്ളത് 57 തവണയും റഹീം എന്നുള്ളത് 182 തവണയുമാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഠനത്തിനൊരു എളുപ്പവഴി നമ്മൾ പറഞ്ഞത്, അത് ഒരു എളുപ്പമാകുന്ന ഒരു സിസ്റ്റത്തിലൂടെ, അതായത് പൂർണ്ണമായും അതിൽ ലയിച്ചുകൊണ്ട്, നാം എന്താണോ പഠിക്കുന്നത് അതിൽ ലയിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പഠനം നടത്തുന്നതിന്റെ ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ 6 സർവനാമങ്ങളെ കുറിച്ച് ഖുർആനിൽ 1295 തവണ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 6 സർവനാമങ്ങൾ എന്ന് പറയുന്നത് ഹുവ, ഹും, അന്ത, അന്തും, അന, നെഹ്നു. ആ 6 സർവനാമങ്ങൾ നമ്മളൊരു ഫൗണ്ടേഷൻ എന്നതുപോലെ അരക്കിട്ട് ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോകാനൊക്കത്തുള്ളൂ. അപ്പം അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊരു പുതിയൊരു സിസ്റ്റത്തിലൂടെ, അതായത് എളുപ്പമാകുന്ന ഒരു സിസ്റ്റത്തിലൂടെ വേണം നമ്മളത് പഠിക്കാൻ. ആ പഠനം എന്ന് പറയുന്നത് സമ്പൂർണ്ണ ശാരീരിക പങ്കാളിത്തം, അതായത് നമ്മുടെ ശരീരവും മനസ്സും അവയവങ്ങളും എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ ഒരു പഠനം എളുപ്പമായിട്ട് മാറത്തുള്ളൂ. അതായത് നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പറയും കണ്ണും കൽബും എല്ലാം ഒരേപോലെ പ്രവർത്തിച്ചാലേ ഒക്കത്തുള്ളൂ. കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ, കണ്ണിന് മയക്കം പിടിച്ചാൽ തന്നെ അപകടമാകും. അതുപോലെ നമ്മൾ ഈ പഠനത്തിന്, ഖുർആൻ പഠനം എളുപ്പമാകണമെന്നെങ്കിൽ നമ്മൾ പൂർണ്ണമായും അതിൽ ലയിച്ചിരിക്കണം. ആ ഒരു രീതിക്കാണ് നമ്മൾ സമ്പൂർണ്ണ ശാരീരിക പങ്കാളിത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അതായത് കണ്ണും കാതും നാവും കയ്യും ഒരുപോലെ പ്രവർത്തിക്കണം. അതായത് നമ്മളൊരു പദമാണോ എന്താണോ പഠിക്കുന്നത് ആ സമയത്ത് നമ്മൾ ആംഗ്യത്തിലൂടെയും നോട്ടത്തിലും ആ പദത്തിലോട്ടുള്ള നോട്ടത്തിലൂടെയും അത് ഉറക്ക പറയുന്നതിലൂടെയും ഒക്കെയാണ് നമുക്ക് കേട്ട് നമ്മൾ എവിടാണോ അത് എഴുതി വെച്ചിരിക്കുന്നത് അതിലോട്ട് നമ്മുടെ സശ്രദ്ധ നോക്കി പഠിച്ചാൽ മാത്രമേ നമുക്കത് പഠിക്കാനൊക്കത്തുള്ളൂ. അതായത് കയ്യും കണ്ണും കാതും നാവും ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കണം. നാവ് കൊണ്ട് പറയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ആംഗ്യം കാണിക്കുക, പ്രസന്റേഷനിൽ അതേസമയം നോക്കുകയും ചെയ്യണം. സ്വയം കേൾക്കത്തക്ക രീതിയിൽ, അതായത് നമ്മൾ പറയുന്നത് എന്താണെന്ന് പിറുപിറുക്കാതെ, അതല്ല ഞാൻ ഹും എന്ന് പറഞ്ഞ് എന്നുള്ളത് ഞാൻ പോലും കേൾക്കാത്ത നിലയിൽ പറയുകയല്ല, ഹും, അതായത് നമ്മൾ കേൾക്കത്തക്ക രീതിയിൽ വേണം നമ്മളത് ചെയ്യാന്. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിലൂടെ നമുക്ക് ഈ 6 സർവനാമങ്ങളെ ഒന്ന് പഠിച്ചു നോക്കാം. അതായത് ഹുവ എന്ന് പറയുമ്പം അവൻ, ഹും അവർ, അന്ത നീ, അന്തും നിങ്ങൾ, അന ഞാൻ, നെഹ്നു ഞങ്ങൾ. അത് എങ്ങനെയാണെന്ന് പഠിക്കുന്നതിന്റെ എളുപ്പ വഴി എന്ന് വെച്ചാല്, ഹുവ എന്ന് പറയുമ്പോൾ നമ്മൾ വലത്തോട്ട് അവനെന്ന് ചൂണ്ടിക്കൊണ്ട് തന്നെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറയുമ്പോൾ ഹുവ, വലത് കൈയുടെ ചൂണ്ടുവിരൽ. ഹും അവർ, വിരല് 4 വിരലുകള് അവന് നേരെ ചൂണ്ടുന്നു, വലത്തോട്ട് ചൂണ്ടുന്നു. അപ്പോൾ ഹുവ അവൻ, ഹും അവർ, ഹുവായ്ക്ക് 1 വിരൽ ചൂണ്ടുന്നു, വലത്തോട്ട് ചൂണ്ടുന്നു. ഹും എന്നുള്ളതിന് 4 വിരലുകൾ ചൂണ്ടുന്നു. അന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നു. അന്ത നീ,
നീ നമ്മുടെ ചൂണ്ടുവിരല് മുന്നോട്ട് ചൂണ്ടുന്നു. അന്തും 4 വിരലുകൾ മുന്നോട്ട് ചൂണ്ടുന്നു. അതായത് നിങ്ങൾ എന്നുള്ള അർത്ഥം വരുന്നത്. ഇനി അന, എന്റെ ഒരു വിരല് നെഞ്ചിന് നേരെ ചൂണ്ടുന്നു. അന, ഞാൻ. നെഹ്നു, 4 വിരലുകൾ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നാലും നെഹ്നു, ഞങ്ങൾ എന്നുള്ള, ഞങ്ങൾ രണ്ടുപേര്, ഞങ്ങൾ എന്നുള്ള ആ ഒരു മീനിങ്ങില് വരുന്നുണ്ട്. അപ്പം ഈ പദങ്ങളെ നമ്മൾ ആവർത്തിച്ച് നമ്മള് തലച്ചോറിന്റെ കഴിവിനെ ഉപയോഗപ്പെടുത്തിയാൽ, തലച്ചോറിന്റെ കഴിവിന് സാർ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും പറയുന്നത് നമ്മൾ ആ പൂർണ്ണമായി നമ്മൾ അതിലോട്ട് ലയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ബേസിലൂടെ പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സർവനാമങ്ങളും എല്ലാം പഠിച്ച് മുന്നേറാൻ പറ്റത്തുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇനി ഇത് ആവർത്തിച്ച് സമയം ഇത്രയായതുകൊണ്ടാണ്, അതായത് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ കുട്ടികളാണോ മുന്നിട്ടിരിക്കുന്ന ആരാണോ, മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ അവനെന്ന് പറയുമ്പോൾ ഹുവ എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ആംഗ്യം കാണിക്കുകയും ചെയ്യാം, ഒരു വിരൽ ചൂണ്ടി. അവർ എന്ന് പറയുമ്പോൾ ഹും എന്ന് അറബി പറയുകയും പിന്നെ 4 വിരലുകൾ വലത്തോട്ട് ചൂണ്ടുകയും ചെയ്യാം. അന്ത എന്ന് പറയുമ്പോൾ, നീ എന്ന് പറയുമ്പോൾ അന്ത എന്ന് പറയുകയും മുന്നോട്ടൊരു വിരൽ ചൂണ്ടുകയും ചെയ്യാം. നിങ്ങൾ എന്ന് പറയുമ്പോൾ അന്തും എന്ന് പറയുകയും പിന്നെ 4 വിരൽ മുന്നോട്ട് ചൂണ്ടുകയും ചെയ്യാം. ഞാൻ എന്ന് പറയുമ്പോൾ നെഞ്ചിലോട്ട് ചൂണ്ടിക്കൊണ്ട് ഭക്ഷണം വെച്ചോ? നെഹ്നു എന്ന് പറയുമ്പോൾ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ നെഹ്നു എന്ന് പറയാം. 4 വിരൽ നെഞ്ചിലോട്ട് ചൂണ്ടിക്കൊണ്ട് പറയാം. അപ്പം നമ്മള് ഈ ഇത്രയും കാര്യങ്ങളും ആവർത്തിച്ച് അറബി പറയുമ്പോൾ മലയാളം പറയാം, മലയാളം പറയുമ്പോൾ അറബി പറയാം, ഒന്നിച്ചു പറയാം. അങ്ങനെ ആവർത്തിച്ച് നമ്മളിത് നമ്മുടെ മനസ്സിലോട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഖുർആനിലെ 14 പേജ് പഠിച്ചതിന് അത്രയും ആകും. അപ്പം നമുക്ക് തന്നെ നമ്മുടെ പഠന പുരോഗതി എത്രത്തോളമായെന്ന് ഖുർആനിലെ പേജുകൾ എടുത്തു വെച്ച് വായിച്ച് മനസ്സിലാക്കാനും കഴിയും. വീഴ്ചകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തി തരികയും കൂടുതൽ പഠിക്കാൻ അവസരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും ഉസ്താദേ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചറിന്റെ പേരെന്താ പറഞ്ഞ? ഫാത്തിമ ബീഗം. ഫാത്തിമ ബീഗം. നിങ്ങൾ റഹ്മ എന്ന് പറയുന്നത് ആരാണ്? ഈ മെയിൽ എഴുതിയിട്ടേക്കുന്ന അത് ഐഡി കൊടുത്ത റഹ്മാണ്. ഓക്കെ, ഫാത്തിമ ബീഗം. ഫാത്തിമ ഷംസ് എന്നാണ് നിങ്ങളുടെ പേര്. ഓക്കെ ഓക്കെ. അപ്പോഴേ ഇത്രയും സംഭവം നിങ്ങളെ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ആൾക്കാർ ആരും പോയിട്ടില്ല, നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളെ എന്താ പറയാ ആകാംക്ഷയോട്. ഇത്രയും പവർഫുൾ ആയ ക്ലാസ് വേറെ കേട്ടില്ലെന്നാ പറയുന്നത് ആൾക്കാർ. നിങ്ങള് പരിസരത്ത് എത്ര പേരുണ്ട് സ്റ്റുഡൻസ്? പരിസരത്തുള്ള സ്റ്റുഡൻസിനെ വിളിച്ചാൽ എത്ര പേര് വരും? 10 പേരെ കൂട്ടിക്കൂടെ നിങ്ങളെ വീട്ടില്? സ്റ്റഡി സെന്റർ നടത്തുന്നുണ്ട്. മാഷാ അല്ലാ മാഷാ അല്ലാ. ഖുർആൻ സ്റ്റഡി സെന്റർ നടത്തുന്നുണ്ട് നിങ്ങള്? അപ്പൊ അതില് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ? ഇത് നടപ്പാക്കുന്നുണ്ടോ? ഇതും പിന്നെ നമ്മള് മറ്റേ ഇതുണ്ടല്ലോ, സ്റ്റഡി സെന്ററിന് ഒരു സിലബസ് തരുമല്ലോ, അതുകൂടെ വെക്കും. രണ്ടും കൂടെ മിക്സ് ചെയ്താണ്. ഇതിന് ഞാൻ കുറച്ചുകൂടെ ഒക്കെ നമ്മുടെ അഊദിന്റെ ആ തെളിവുകളും ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ആയത്തുകളും ഒക്കെ ഉസ്താദ്, എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എടുക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആകെ കൺഫ്യൂഷനിലായി. അതുകൊണ്ട് ഞാൻ കുറെയൊക്കെ അല്ല, കുട്ടികൾക്ക് എടുക്കുന്നവരും ഇതിനകത്തുണ്ട്, മുതിർന്നവർക്ക് എടുക്കുന്നവരും, രണ്ടും രണ്ടായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികൾക്ക് എടുക്കുന്നവരും മുതിർന്നവർക്ക് എടുക്കുന്നവരും ഇതിലുണ്ട്. പ്രത്യേകം കുട്ടികൾക്ക് എടുക്കുന്ന എങ്ങനെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞോളൂ. അതായത് എടുക്കുന്നതെല്ലാം ഒരുപോലെയാണ്, പക്ഷേ കുട്ടികൾക്കാകുമ്പോൾ നമ്മൾ കുറച്ച് ഭാഗമേ എടുക്കുള്ളൂ ഒരു ക്ലാസ്സിൽ. മുതിർന്നവർക്ക് എടുക്കുമ്പോൾ ഒരു യൂണിറ്റ് ഫുൾ ആയിട്ട് ഒരു ദിവസം എടുക്കണം. എന്നാലും നമുക്ക് ടാർഗറ്റ് നിശ്ചിത ടൈമിൽ തീരുള്ളൂ.
ഉം. കുട്ടികൾ രണ്ടാമതും വരും. കുട്ടികൾക്ക് ആഴ്ച 2 ക്ലാസ് ഉണ്ട്, 3 ക്ലാസ് ഒക്കെ. ഉം. അപ്പൊ നിങ്ങള് ഈ ഖുർആൻ സ്റ്റഡി സെന്റർ എടുക്കുമ്പോ ഇതും പഠിപ്പിക്കും അതും പഠിപ്പിക്കും. എത്ര സമയം ഇരിക്കും പഴയ സ്റ്റുഡൻസ്? അത് ഉസ്താദെ, നമ്മള് ഹൽക്കയ്ക്ക് വരുമ്പോ ആദ്യത്തെ സെഷന് ഖുർആൻ പഠനമാണ്. നമുക്ക് സൂറത്തുൽ അഅല വരെയാണ് ഫസ്റ്റ് ബാച്ചുകാർക്കുള്ളത്. ഓക്കെ, എന്റെ ചോദ്യം ആകെ എത്ര സമയം എടുക്കും ഖുർആൻ ക്ലാസ്സിന്? ഖുർആൻ ക്ലാസ്സിന് ആകെ എത്ര സമയം എടുക്കും? കേൾക്കുന്നുണ്ടോ? പോയാ? ഇല്ല പോയില്ല. ഖുർആൻ ക്ലാസ്സിന് മാത്രം എത്ര സമയം എടുക്കും? നിങ്ങളുടെ ഹൽക്ക വേറെ കാര്യങ്ങളൊക്കെ പോലെ, അതായത് ഖുർആൻ പഠനത്തിന് വേണ്ടി എത്ര സമയം എടുക്കും ആകെ നിങ്ങളുടെ ഖുർആൻ ആദ്യം വിശദീകരിക്കുന്നതിന്? അരമണിക്കൂർ ഖുർആൻ പഠനത്തിന് എടുത്തിട്ട് പിന്നെ ചിലപ്പോ ബാക്കി ഉദ്ദേശിക്കുന്ന അത്ര തീരത്തില്ലായിരിക്കും, പിന്നെ ബാക്കിയുള്ള ചർച്ചകളിലോട്ട് പോകുന്നത്. അപ്പം ഒരു പാഠം ഒരു ദിവസം എടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല പറ്റത്തില്ല. ഈ ഇത് തന്നിരിക്കുന്ന ഒരു പാഠം എടുക്കാം. ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, നിങ്ങൾ ഖുർആൻ പഠിക്കാൻ മാത്രമായി ആൾക്കാരെ ഒരു സമയം വിളിക്കണം. ആ അപ്പൊ ആൾക്കാർ ഖുർആൻ പഠിക്കാൻ മാത്രം വന്നിരിക്കും. ആ അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇത് പൂർണ്ണമായിട്ടും പഠിപ്പിക്കാം. ഒരു യൂണിറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് പഠിപ്പിക്കാം. എന്നാലും എന്താവുള്ളൂ, അതിൻ്റെതായ സംഭവം ആവുള്ളൂ. ഇല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരം ആവില്ല, ഫർദ് നമസ്കാരവും ആവില്ല. രണ്ടിന് മധ്യാവും. അപ്പൊ അതും തീരൂല, ഇതും തീരൂല. ഖുർആൻ സ്റ്റഡി സെന്റർ നിങ്ങൾ വേറെ എടുക്കുന്നില്ലേ? ഓ, ഖുർആൻ സ്റ്റഡി സെന്റർ വേറെ എടുക്കുന്നില്ല? അത് ആൾക്കാർക്ക് വരുമ്പോൾ തന്നെയാണ് ഖുർആൻ സ്റ്റഡി സെന്റർ എടുക്കുന്നത്. അത് ഞങ്ങൾക്ക് അല്ലാതൊരു സ്റ്റഡി സെന്റർ ഉണ്ട്. സ്ത്രീകളും പുരുഷന്മാരും കൂടി ഇരിക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റഡി സെന്റർ ഉണ്ട്. അത് വേറെ ആളാണ് എടുക്കുന്നത്. വേറെ ഉസ്താദ് വന്നെടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സ്റ്റഡി സെന്റർ തുടങ്ങണം. അപ്പൊ അത് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് തുടങ്ങുമ്പോൾ മറ്റൊരാൾ വരില്ല. എനിവേ, അത് കർമ്മശാസ്ത്ര വിഷയമാണ്. എന്തായിരുന്നാലും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. പിന്നെ TPA ഒക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങുമ്പോൾ ഈ ബസ്മല പോലുള്ള സാങ്കേതിക പദങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല ക്ലാസ്. വെട്ടിക്കുറയ്ക്കാനും പിന്നെ ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്തോണ്ട് വന്നതായിരുന്നു. പിന്നെ ഇത് കേട്ടപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ അതെ, സാങ്കേതിക പദങ്ങൾ ഒന്നും നമ്മൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒന്നും പഠിപ്പിക്കുന്നില്ല. അതായത് ആ വിഷയത്തിൽ, അതായത് നമ്മൾ ഈ ഖുർആൻ പഠനം എന്ന സംഗതി ഫലപ്രദമാകണമെങ്കിൽ, എന്റെ ദീർഘനാളത്തെ, അല്ലെങ്കിൽ ഡോക്ടർ അബ്ദുൽ അസീസ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന അദ്ദേഹം ഇതിൽ മുങ്ങിക്കുളിച്ച ആളാണ്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൽ നിന്നും വിളക്ക് വാങ്ങിയിട്ടല്ല, എന്താ പറയുക, തീപ്പന്തം വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വിളക്ക് അദ്ദേഹം എനിക്ക് കൈമാറി തന്നിട്ട് മലയാളത്തിൽ കൊണ്ടുവന്ന് ഞാൻ അതിനകത്ത് പിന്നെ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്, കേരളത്തിൽ എങ്ങനെ ഇതിനെ നടപ്പാക്കാമെന്ന്. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാനിപ്പം സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നത്. എനിക്ക് സമയം ഉണ്ടായിട്ടില്ല. അപ്പൊ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നേരിട്ട് കോഴിക്കോട് പോകുന്നത്. എനിക്ക് വന്ന് കോഴിക്കോട് പോയിട്ട് തിരിച്ചു വന്ന് ഒരുപാട് സമയമുള്ളത് കൊണ്ടല്ല, മറിച്ച് എന്താണ്, ആ ഭാഗത്തുള്ളവരെ എങ്ങനെ പഠിപ്പിക്കാമെന്ന് അറിയുന്നില്ല. അതിനപ്പുറം നമ്മൾ കൊയിലാണ്ടിലൊക്കെ പോയിരുന്നു. അവിടെയും ഹിബുൽ സ്ഥാപനത്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്, എന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഇത് നിങ്ങൾക്ക് ട്രെയിനിങ് തരണമെങ്കിൽ എനിക്ക് ട്രെയിനിങ് വേണ്ടേ? ഞാൻ പോയി പഠിപ്പിച്ചാണ് ട്രെയിനിങ് നേടുന്നത്. നമ്മൾ പോയി പഠിപ്പിച്ച് ട്രെയിനിങ് നേടുക. അപ്പൊ അതിനെല്ലാം നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ആൾക്കാർ ആകെ എന്താ പറയാ പ്രയാസമിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കുക എന്നുള്ളത്. അപ്പൊ കുറേ സാങ്കേതിക പദങ്ങൾ കേട്ടിട്ടുണ്ട്. മസ്തർ കേട്ടിട്ടുണ്ട്, ഫാഇൽ കേട്ടിട്ടുണ്ട്, മഫ്ഊൽ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ സംഭവം, അംർ, ഗായിബ്, പിന്നെ ഹാദർ. അപ്പൊ ഇതെല്ലാം നമ്മൾ സാങ്കേതിക പദങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, വാക്കർത്ഥം മാത്രം പഠിപ്പിക്കുന്നു. മാതൃക എടുത്തിട്ട് നമ്മളിപ്പോ ഫത്തഹയാണ് പഠിപ്പിക്കുന്നത്, മാതൃക എടുത്തിട്ട് ആ മാതൃക മാത്രം പഠിപ്പിക്കുക. ഇതാണ് പവർഫുൾ ആയിട്ടുള്ള പഠന രീതി എന്ന് നമുക്ക് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. നമുക്ക് വാട്സപ്പിൽ ആവർത്തിച്ച് ക്ലാസ് കിട്ടുന്നുണ്ടല്ലോ, നേരത്തെ ഏത് തന്നെയാണ് വീണ്ടും ആവർത്തി വരുന്നത്. ഇതിങ്ങനെ പഠിപ്പിച്ചാലേ ഫലപ്രദമാവുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഇത് രണ്ടും കൂടെ മെർജ് ചെയ്താൽ ഇതും അതും കിട്ടില്ല. ഇത് രണ്ടും കേട്ടു പോകുന്നതല്ലാതെ ഒരു ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരില്ല. ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരണമെങ്കിൽ ഇത് മാത്രമായി പറഞ്ഞു കൊടുക്കണം.
പിന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ 8 വർഷം വരെയാണെങ്കിൽ 8 വർഷം ഖുറാൻ പഠിക്കാൻ വേണ്ടി ജനങ്ങൾ വരുമെന്ന് വിചാരിച്ചു. 8 വർഷം വരെയാണെങ്കിൽ നിങ്ങൾ 2 വർഷം ഇത് പഠിപ്പിക്കണം, ബാക്കി 3-ാമത്തെ വർഷം കൂടി പഠിപ്പിച്ചാൽ മതി. 8 വർഷം വരുന്നുണ്ടല്ലോ കുട്ടികൾ, സ്റ്റുഡൻസ്. എന്റെ കൂടെ ചേർന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, വിടാതെ എന്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. ഇപ്പൊ ഏതിലുണ്ട്? അഞ്ഞാമിലുണ്ടോ? അഞ്ഞാമിലെ ആൾ ബക്കറിലുണ്ടോ? ഏതിലാ ഉള്ളത്? സീനിയർ ക്ലാസ്സിലെല്ലാം ഉണ്ടോ? ഇല്ല. ഈ അൽബക്കറ അഞ്ഞാമിൻ ക്ലാസ്സിൽ വല്ലതും ചേർന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അപ്പം നമ്മള് കൂടെ പഠിച്ചവരെല്ലാം ഇപ്പോ അൽ ബക്കറയിൽ വന്നു. അൽ ബക്കറ, ആൽ ഇമ്രാൻ, നിസാ, മാഇദ, അൻആം ഇതൊക്കെ ഇതിന്റെ മുങ്ങി കുളിച്ചവരായി. അത് ആയാത്ത് ദർസ് എന്ന് പറയുന്ന ഇപ്പൊ ഒരു പഠന രീതി ഉണ്ടല്ലോ, ഒരു ഗ്രൂപ്പ്. ആയാത്തെ ദർസ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതില് ഉണ്ട്. അതിപ്പോ സൂറത്തുൽ അറാഫ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വലിയ സൂറത്ത് പഠിപ്പിക്കുന്നോ ചെറിയ സൂറത്ത് പഠിപ്പിക്കുന്നോ എന്നതല്ല. അവർക്ക് ഖുർആനിൽ വായിച്ചാൽ മനസ്സിലാകുമോ? നിങ്ങൾ നമ്മുടെ അൽബക്കറ, ആൽ ഇമ്രാന്റെ കയറി നോക്കാം, ഒരു ദിവസം മാതൃകയ്ക്ക് വേണ്ടി കയറി നോക്കുക. അപ്പോൾ നമുക്ക് ഈ ബസ്മല എന്നാണോ അല്ലെങ്കിൽ അത് അവിടെ എന്താണ് ഫുള്ള് ഗ്രാമർ അവർ ഇങ്ങോട്ട് പറഞ്ഞു തരും, സ്റ്റുഡൻസ്. അല്ലാതെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയല്ല. ഗ്രാമർ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയല്ല, നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു ഗ്രാമർ. നമ്മൾ 2 വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴേക്കും ഗ്രാമർ ഇങ്ങോട്ട് പറഞ്ഞുതരാൻ പ്രാപ്തരാകും. അതാണ് നമ്മുടെ ക്ലാസ്. വേറൊരു ഭാഗം വായിച്ചാൽ മനസ്സിലാവും. അതെങ്ങനെ വായിച്ചാൽ മനസ്സിലാകും, ആ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ റെക്കോർഡിങ് കേട്ടാൽ മനസ്സിലാവും. അവിടെ ഹംദ് പറഞ്ഞെടുത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കാം, ചില വാക്കുകൾ വിട്ടുപോയിട്ട് കേട്ടാ. ഹംദ് പറഞ്ഞെടുത്തേ 1-2 വാക്ക് വിട്ടുപോയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് പറയുന്നില്ല. ഓക്കെ. അപ്പൊ ഇന്ന് മൂന്നായിരുന്നു ഫാത്തിമ ബീഗം, 2 ജമീല വന്നു. ജമീല ഉണ്ടോ അപ്പോഴും? ഇല്ല. മുജീബ് വരുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇതിലിപ്പോൾ ഉള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഈ 2 ക്ലാസ്സിനെ കുറിച്ച്? ക്ലാസ് 2 ആൾക്കാരുടെയും ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതില് ഇത് ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയിലാണോ ക്ലാസ് എടുക്കേണ്ടത്, അല്ല മുതിർന്ന ആൾക്കാർ അങ്ങനെ അത് ഏതാന്ന് മനസ്സിലായില്ല. ആദ്യത്തെ ക്ലാസ്സിൽ വലിയ ആൾക്കാരോട് പറഞ്ഞിരുന്ന ആ ഒരു രീതിയായിരുന്നു. ഓക്കെ. നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുട്ടികൾക്ക് എടുക്കുന്ന പറഞ്ഞു കൊടുക്കുന്ന പോലെ എടുക്കാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ. നമ്മളെല്ലാവരും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ എടുത്താല് അതേ സംഭവം തന്നെ വലിയവർക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഓക്കെ. ഇതിൽ പങ്കെടുക്കുന്ന ചില ആൾക്കാരുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 47, 19, 51 ആരാ? പേര് വന്നോ? ആളില്ല. 47, 19, 51 പേര് വിളിച്ച് എല്ലാത്തവരെയൊക്കെ അറ്റൻഡൻസ് വെട്ടിക്കളയും കേട്ടാ. 10 മണി കഴിഞ്ഞിട്ട് പോയി കാണാം. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. അമ്മ അവന്തി 47, 19, 51. ഞാനാണ്. ഞാൻ മീൻസ് പേര് പറയും. സോറി, അൻഷില. അൻഷില കാസർഗോഡ്. അൻഷില കാസർഗോഡ്. ഓക്കെ. കാസർഗോഡ്. പിന്നെ ആരാ പേരില്ലാത്ത? അബൂ മുഹ്സിൻ. അബു എന്നാൽ സാധാരണ അറബികളാണെങ്കിൽ അബൂ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ പേര് കാണില്ല. അബു എന്ന് പറഞ്ഞാൽ അബൂ മുഹ്സിൻ. മുജീബ്. നിങ്ങളെ ക്ലാസ് എടുക്കും, ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോ വണ്ടിയിലാണ്, വീട്ടിൽ എത്തണോ? ഓക്കെ. അപ്പൊ അബൂ മുഹ്സിൻ എന്ന് പറയുന്നത് ഇവിടെ എഴുതിക്കോട്ടെ. അബൂ മുഹ്സിൻ എന്ന് പറയുന്നത് മുജീബ്. നിങ്ങൾ ക്ലാസ് കംപ്ലീറ്റ് കേട്ടിരിക്കുകയാണ്. അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ആരാ പേരില്ലാത്തത്? സാംസങ് ആരാ? സാംസങ് A14 6 146B. സാംസങ് SM. പേര് പറയൂ, അല്ലെ അറ്റൻഡൻസ് കിട്ടൂല. എവിടെ അറ്റൻഡൻസ് വേണം?
ഇവിടെ പോയി 10 മണിയാകുമ്പോൾ ഉറങ്ങിയോ? ഓക്കെ. ഇതിൽ ഒന്ന് രണ്ട് കാര്യം, അതായത് റഹ്മാൻ റഹീം എന്തെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ചില ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൽ വീഡിയോയിൽ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ ഉയർത്തി പറയാൻ പറയുക. റഹ്മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈ ഒന്ന് ഉയർത്തി പറയുക. അപ്പൊ ഇതില് ചില ആൾക്കാർ ഇപ്പം നിങ്ങൾ വലത്തോട് ചൂണ്ടുക ഇടത്തോട് ചൂണ്ടാന്ന് നിങ്ങൾ കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എനിവേ നിങ്ങൾ കാണുന്ന, ഞാനതിലൊന്നും ഇടപെടുന്നില്ല. ആണുങ്ങളെങ്കിലും അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ അപ്പൊ റഹ്മാൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? കൈ ഉയർത്തി പറയാൻ പറയാ. റഹീം എന്ന് പറയുമ്പോൾ കൈ കാണിച്ചാൽ കൊടുത്താലേ പറ്റുള്ളൂ. നിങ്ങൾ കൈ ഉയർത്തി പറയണം, കൈ നേരെ കാണിച്ചു പറയാൻ പറഞ്ഞാൽ പറ്റില്ല. അത് നമ്മള് ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കുന്ന ആളും എവിടെയൊക്കെ എപ്പോഴൊക്കെ ആംഗ്യം കാണിക്കാൻ പറ്റും, എപ്പോഴൊക്കെ കുറച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കാണിച്ചു കൊടുക്കും. ഒന്ന്. രണ്ട്, റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മാൻ അധികം കരുണ ചെയ്യുന്നവൻ മീൻസ് മുസ്ലിമിനും അതായത് അള്ളയെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ധിക്കരിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും ഒക്കെ നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും എല്ലാവർക്കും അള്ളാഹിന്റെ കാരണം കൊടുക്കുന്നുണ്ട്. അതാണ് റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ അള്ളയെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പ്രത്യേകം കാര്യം കൊടുക്കും. അത് ഈ ലോകത്തും കൊടുക്കും, പരലോകത്ത് അധികമായിട്ടും കൊടുക്കും. അതാണ് റഹീം. പിന്നെ ശക്തമായ റിസൾട്ട്, പിന്നെ തലച്ചോറിനെ കുറിച്ച് പറഞ്ഞത്, ശക്തമായ തലച്ചോറ് എത്ര ലക്ഷം സെല്ലുകളുണ്ട് ബ്രെയിനിന്? എത്ര അറയുണ്ട്? 100 ബില്യൺ, 100 ലക്ഷം കോടി അറകൾ തലച്ചോറിനുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഏതോ ഒരെണ്ണത്തിൽ വന്ന് ചേഞ്ച് എന്ന് പറഞ്ഞില്ലേ, ചേഞ്ച് ആകാൻ സന്നദ്ധമാവെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മാറാൻ സന്നദ്ധമാണെങ്കിൽ നിങ്ങൾ ഖുറാൻ പഠിക്കാൻ സന്നദ്ധമാകാം. ഖുറാൻ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് അതൊക്കെ മുതിർന്നവരോട് നമ്മൾ പറയുന്നതാണ്. നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറാൻ സന്നദ്ധമാണോ? എങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അവരോട് പറയാം, നിങ്ങൾ വലത് കൈ കൊണ്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, വലത് കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പാടില്ലാത്ത. അതൊക്കെ നിങ്ങൾ വലത് കൈ കൊണ്ടാണോ ചെയ്യുന്നത്, അത് ഇടത് കൈ കൊണ്ടാണോ ചെയ്യുന്നത്? നിങ്ങൾ ക്ലോസറ്റ് കഴുകുമ്പോൾ ഏത് കൈ കൊണ്ടാണ് കഴുകുന്നത്? വലത് കൈ കൊണ്ടാണോ ഇടത് കൈ കൊണ്ടാണോ കഴുകുന്നത്? വാഷ് ബേസിന് കഴിയുമ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യാൻ റസൂൽ സ്വല്ലല്ലാഹു പറഞ്ഞത് ഇടത് കൈ കൊണ്ടാണ്. അപ്പൊ നമ്മളെല്ലാം ഇടത് കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇടത് കൈ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഇനി അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ അധികമായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇതെല്ലാം നമ്മളെ പറഞ്ഞാൽ നമ്മളെ ക്ലാസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ കട്ട് ചെയ്തത്. അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ പറയാവുന്ന സംഗതിയാണ്. മുതിർന്നവരോട് പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറയാവുന്ന സംഗതിയാണ്. നമ്മൾ മൊത്തത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും? നിങ്ങളുടെ വീട്ടിലെ പെയിന്റ് മാറ്റാൻ പറ്റുമോ? ഇട്ടിരിക്കുന്ന ഷേപ്പ് മാറ്റാൻ പറ്റും? കട്ടിൽ നിങ്ങൾക്ക് മാറ്റിടാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ അലമാര മേശ സംഭവം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും? നിങ്ങളെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മാറ്റാൻ പറ്റും? റെന്റ് താമസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ പിടിച്ചു പോയിട്ടുണ്ടോ? അതെല്ലാം നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് റെന്റ് എടുക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പലതും മാറ്റാൻ പറ്റും. എന്തൊക്കെ മാറ്റാൻ പറ്റും? നിങ്ങൾ മൊത്തത്തിൽ മൈൻഡ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഖുറാൻ അബ്സർവ് ചെയ്യാൻ പറ്റും. അതാണ് മാറ്റത്തെക്കുറിച്ച്, ചേഞ്ച്. അത് നമ്മൾ ആദ്യം അവസാനം പറയേണ്ട ഒരു സംഭവം. പ്രത്യേകിച്ച് മുതിർന്നവരോട് അതെന്ത് ചെയ്യണം? അവരെ ഉറച്ചിരിക്കുകയാണ്. അത് മാറ്റാൻ പറ്റുന്നില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇത് പാഠം 1 കഴിഞ്ഞു, പാഠം 1 ഇനി നമ്മൾ പോകില്ല. പാഠം 1 കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സമീറ എന്താ പറഞ്ഞ? അൻസില ഖദീജ. അല്ല, അൻസില ആൽഫിത്രെ പഠിപ്പിക്കുന്നു പറഞ്ഞു. അൻസില. ഹലോ. പാഠം 1 കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഇതിൽ പാഠം 1 ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. ഇനി അടുത്ത പാഠം 2 ആണ് അടുത്ത ആൾ എടുക്കുന്നത്. അടുത്ത ആളെ നിശ്ചയിച്ചില്ല അല്ലേ? അടുത്ത ആള് വരേണ്ടത് ജമീലയാണ് അടുത്ത് വരേണ്ടത്. പിന്നെ ആരാണ്? മുജീബുമാണ് അടുത്ത പ്രാവശ്യം വരുന്നത്. അത് കൂടാതെ 2 പേരുടെ പേരൂടെ പറയണം. മുജീബ് ഫസ്റ്റ് ക്ലാസ് എടുക്കും അടുത്ത പ്രാവശ്യം. അപ്പൊ നമുക്ക് കാരണം യൂണിറ്റ് 2 പ്രസന്റേഷൻ അയച്ചു തരും. നിങ്ങൾക്ക് ഫോണിൽ നിന്ന് ഷെയർ ചെയ്യാൻ അറിയാമല്ലോ. ഫോണിൽ നിന്ന് ഷെയർ ചെയ്യാൻ അറിയാം, പക്ഷെ നമ്മളെ എടുക്കുന്ന ആളെ ഫോട്ടോ വരുന്നില്ലല്ലോ. അതെന്താ? അത് അവർ ഷെയർ ചെയ്യാത്തതാണ്. അവര് ഫേസ് ഷെയർ ചെയ്യാത്തതാണ്. അവർ വീഡിയോ ഓൺ ചെയ്താലേ കിട്ടുള്ളൂ.
അവര് സാറ് അയച്ചെന്ന അത് ചെയ്തു നോക്കിയപ്പോള് എനിക്ക് എന്റേത് കിട്ടുന്നില്ല, സ്ക്രീൻ മാത്രം വരുന്നു. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് പിന്നെ ആളെ കാണൂലല്ലോ, സ്ക്രീൻ അല്ലേ കാണുള്ളൂ. അല്ല, അല്ല, ഇവിടെ സ്ക്രീനും ആളും കാണുന്നുണ്ടല്ലോ. സ്ക്രീനും ആളും കാണും. അതെങ്ങനെയാണെന്നുള്ളത് ആളെ കിട്ടുന്നില്ല. ഞാൻ നിങ്ങളെ എനിക്ക് തോന്നുന്നു ഈ പിന്നെ അതിൽ രണ്ടും ടീച്ചർമാർ തന്നില്ലേ നിങ്ങള്? ടീച്ചർമാരെ അറിഞ്ഞ് അതിനെ പറ്റി അറിയില്ല എന്നാ പറഞ്ഞത്. അതിന് സാറ് ഒന്ന് റെഡിയാക്കി തരണം. ഷഫില വിളിച്ച ഷഫില ടീച്ചർ ചെയ്യും. ഓക്കെ, ഞാൻ പറയാം. ഷഫില ഞാൻ ടീച്ചർ ടീച്ചറെ വിളിച്ചിരുന്നു. ആജിറ ടീച്ചർ ചെയ്യുന്നില്ലേ? രണ്ടും കൂടി ചെയ്യുന്നില്ലേ? അപ്പൊ അവർക്ക് അറിയില്ല എന്നാണ്. അല്ലെങ്കിൽ ഷഫില ടീച്ചറെ വിളിച്ച് നോക്കിയാൽ മതി. ഓക്കെ. പിന്നെ അപ്പൊ ഇനി അത് കൂടാതെ വേറെ ആരാണ്? അടുത്ത പേര് പറയും. നിങ്ങൾ എന്തായാലും ഒരു ക്ലാസ് നിർബന്ധമായിട്ട് എടുത്തേ പറ്റുള്ളൂ. 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 എന്തായിരുന്നാലും. ആര്? ഷൈനിയുടെ പേര് തന്നെ ഇവിടെ കണ്ടില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലില്ല. കഴിഞ്ഞ ക്ലാസ് എന്താ വരാഞ്ഞ്? കഴിഞ്ഞ ക്ലാസ് കല്യാണമായിരുന്നു. ഓക്കെ. ഇന്നത്തേല് ഷൈനി പേര് എന്തോ? സാറ് ഈ ക്ലാസ് എല്ലാവർക്കും കൊടുക്കാൻ ഒരു അവസരം കൊടുത്തൂടെ? ഏത് ഒരു ക്ലാസ് എല്ലാവർക്കും എടുക്കാനുള്ള? ക്ലാസ് അല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഒരു ക്ലാസ് എടുക്കുമ്പോൾ അത് മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യുക, അത് ട്രയൽ ആവുക. 1-2 പേര്. നമ്മളിപ്പം അടുത്ത പ്രാവശ്യം ചിലപ്പോൾ 3 പേരൊക്കെ എടുക്കും. ഇന്ന് കുറച്ച് ഇപ്പൊ മുജീബാണ് ഫസ്റ്റ് എടുക്കുന്നതിന് കുഴപ്പമില്ല. കാരണം സ്ത്രീകളാണ് വരുന്നത്. ചിലപ്പോൾ അവരുടെ കുട്ടികൾ ഉറങ്ങുക, അതുപോലെ സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ക്യൂസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ 2 ടീച്ചർ ലേറ്റ് ആയത്. എനിക്ക് സ്ക്രീന് ഷെയർ ചെയ്യാൻ അറിയില്ല കേട്ടോ, അതൊന്നും അറിയില്ല, ഫോണിലൊന്നും അറിയില്ല. അത് നമ്മൾ ഇട്ടിട്ടുണ്ട്, ടീച്ചർമാരെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയില്ല ഫോണിൽ ചെയ്യുന്ന സംഭവം. ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ടീച്ചർമാരാണ് ഫോണിൽ എടുക്കുന്നത്. ടീച്ചർമാരെല്ലാം ഫോണിൽ വഴിയാണ്. ക്ലാസ് പിന്നെ ഞങ്ങൾക്ക് അയച്ചു തരുമോ? ഈ രണ്ടാമത്തെ യൂണിറ്റ് എടുക്കാൻ നിങ്ങളെ ക്ലാസ് ഞങ്ങൾക്ക് അയച്ചു തരുമോ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നോണ്ടാണ് ഈ സംഗതി എല്ലാം വേണ്ടാതെ പറയേണ്ടത്. കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ കേട്ടായിരുന്നു നിങ്ങൾ? കേട്ടു. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഇതിന്റെ എടുക്കാനുള്ള ഇപ്പൊ ഷെയർ ചെയ്ത പ്രസന്റേഷൻ ഉണ്ടല്ലോ, ഇവര് ഷെയർ ചെയ്ത പ്രസന്റേഷൻ നിങ്ങൾക്ക് അയച്ചു തരും. അതെങ്ങനെ ഷെയർ ചെയ്യുന്നുള്ള ഏതൊരു ടീച്ചറിനെ നമ്മൾ വിളിക്കുക, ആ ടീച്ചർ പറഞ്ഞു തരും. ടീച്ചറിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. 5-6 ടീച്ചറിന്റെ പേര് കിട്ടിയായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ഷഫല ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് 24 hours വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. പിന്നെ ബാക്കിയുള്ള ടീച്ചർമാരെല്ലാം പാർട്ട് ടൈം ടീച്ചർമാരാണ്. അവരാരെ ബന്ധപ്പെട്ടാലും ഒരു കുറെ വർഷം കൊണ്ട് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നവരാണ്. പറഞ്ഞു സബീന വീഡിയോയും പിന്നെ സ്ക്രീനും ഷെയർ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. സബീന ടീച്ചറോ സബീനാണെന്നോ ഷെയർ ചെയ്യുന്നുണ്ട്. ക്ലാസ് ഫേസും കിട്ടും, അതേപോലെ പ്രസന്റേഷനും കിട്ടും. അല്ല, ഈ സാറ് എടുക്കണത് ഉണ്ടോ? അത് പിന്നെ വോയിസ് ആയിട്ടുണ്ടോ? എന്റെ ക്ലാസിന്റെ വീഡിയോ ക്ലാസ് കിട്ടും. വീഡിയോ ക്ലാസ്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. എനിക്ക് അത് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ മറിച്ചു പോണ സാധനം മാത്രമേ കിട്ടിയുള്ളൂ. പ്രസന്റേഷൻ മാത്രമല്ല, 2 ഇട്ടിട്ടുണ്ട് ഞാൻ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? വീഡിയോ ക്ലാസ് കിട്ടിയായിരുന്നോ? കിട്ടി. വീഡിയോ ക്ലാസ് ഉണ്ട്. ഇല്ല, എനിക്ക് കിട്ടിയില്ല. ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ഇനി എന്റെ ഫോണിന്റെ പ്രശ്നം അതോ എനിക്ക് അറിയാത്തോണ്ടോന്ന് അറിയില്ല. ഇംഗ്ലീഷാണ് പറയുന്നത്, ട്രാൻസ്ലേഷൻ ആയിട്ടാ വരുന്നത്. അതെ, അതന്നെ. ട്രാൻസ്ലേഷൻ ആയിട്ട് വരാൻ വഴിയില്ല. നിങ്ങൾ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. എങ്ങനെ? അല്ല, അത് നമുക്ക് കിട്ടിയത് ട്രാൻസ്ലേഷൻ ആയിട്ടാണ്. പക്ഷെ എന്റെ അടുത്ത് ആദ്യത്തെ യൂട്യൂബ് ലിങ്ക് ഉണ്ടായതുകൊണ്ട് അതിന് കിട്ടി. ഇപ്പോഴത്തെ AI ഒന്നുമില്ല. ചില സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാറിപ്പോകുന്നതാണ്. നമ്മൾ താഴെ ലിങ്ക് കാണില്ലേ, ആ ലിങ്കിൽ ബ്ലൂ കളറില്ലേ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് ആയിട്ട് വീഡിയോ അത് തന്നെ പറയും. ബ്ലൂ കളറിലെ ലിങ്ക് വരും, മുകളിൽ വീഡിയോ ഉണ്ടാവും, പിക്ചർ വന്നിട്ടുണ്ടാവും. ആ പിക്ചർ വരുമ്പോഴത്തേക്ക് ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യരുത്. പിക്ചർ ക്ലിക്ക് ചെയ്താൽ AI ട്രാൻസ്ലേഷൻ ആണ് വരിക. AI ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അത്. ഞാൻ വീഡിയോ അന്ന് പഴയ ലിങ്ക് ചെയ്യുമ്പോൾ എല്ലാം ഇതേ വരുവുള്ളായിരുന്നു. ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മുകളിലത്തെ ക്ലിക്ക് ചെയ്ത് പടം കാണുമ്പോൾ പടത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇംഗ്ലീഷിൽ പോവും. താഴെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നീല കളറിൽ ലിങ്ക് വരും.
ആ ലിങ്ക് ഉള്ളതിൽ ക്ലിക്ക് ചെയ്താൽ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ, എഴുതിയിട്ടുള്ളതിനെ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് യൂട്യൂബിലേക്ക് പോവുകയും ചെയ്യും. അവിടുന്ന് നമ്മുടെ മലയാളം തന്നെ പ്ലേ ആവും. ഓക്കെ. സാംസങ് വന്നോ? സാംസങ് ആരാന്ന് നോക്കിയോ? സാംസങ് ഇന്റെ നമ്പർ എനിക്കറിയില്ല. എന്ത് പറഞ്ഞില്ലേ, 1668 എന്ന് എനിക്കറിയില്ല. പക്ഷെ സാംസങ്ങിന്റെ ഫോണാണ്. അത് എന്റെ നമ്പർ 9745 ഞാൻ തന്നെ ആവോ ചെലപ്പോ. ഒന്നുകൂടെ പറയും, നിങ്ങൾ സംസാരിക്കും. ഞാനാണോ നോക്കട്ടെ? ഞാൻ തന്നെ ആവാം. 97 തന്നെ. ഓക്കെ അല്ലേ? 97 45 245. ഷൈനിയോ? ഷൈനി VP. ഓക്കെ. ഇതില് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാത്തവർക്ക് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണം കേട്ടോ. ഞാൻ അടച്ചോളാം സാറേ, നിങ്ങളെ പറ്റിക്കൂല എന്തായാലും. അല്ല, നിങ്ങളല്ല പറഞ്ഞു, എനിക്കറിയില്ല ആരാണ് അടയ്ക്കാത്തത്. കാരണം എന്താ, കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് ഖുർആൻ പഠനത്തിന് ഒരു എളുപ്പ വഴി, ഇതൊക്കെ പിന്നെ നമ്മളെ കയ്യിലല്ലേ. ഞാൻ എന്താ, എനിക്ക് അങ്ങാടി പോവാൻ കൂടിയിട്ടില്ല, ബാങ്കിൽ പൈസ ഇടാൻ കൂടിയിട്ടില്ല, അതാ പ്രശ്നം. പിന്നെ അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല, അതുകൊണ്ടാണ്. അല്ല, ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ല, നിങ്ങൾ ആരാണെന്നോ എനിക്കറിയില്ല. അത് അറിഞ്ഞിട്ടല്ല, ഞാൻ പൊതുവിലാണ് പറഞ്ഞത്. ഓക്കെ. ഞാൻ പൊതുവിലാ പറഞ്ഞത് അടയ്ക്കാനുള്ളവർ അടയ്ക്കണം എന്നുള്ളത്. അത് പിന്നെ അതങ്ങ് മറന്നു. ഓക്കെ. ഇനി അപ്പം നിങ്ങൾ ഷൈനി എടുക്കും ഒരു ക്ലാസ്. നിങ്ങളത് രണ്ടാമതാണ് വരിക കേട്ടോ. 1 മുജീബ്, 2 ഷൈനി. ഇനി വേറെ ആരാ ഉള്ളത്? അടുത്ത പേര് പറയൂ. ഷൈമ വേഴക്കൂട്ടം 3, വാഹിദ 4. ഓക്കെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും കൃത്യസമയത്ത് തന്നെ വരും. അടുത്ത പ്രാവശ്യം നമ്മൾ ലിങ്ക് കറക്റ്റ് ആയിട്ട് ഇട്ട് തരും. ഈ 2 ലിങ്കും അല്ല, ഇന്നിട്ട ലിങ്കും അല്ല, നേരത്തെ ലിങ്കും അല്ല, പുതിയ ലിങ്ക് ഇട്ട് തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സംഗതികളും എളുപ്പമാക്കി തരട്ടെ. നമ്മൾ ഖുർആൻ പഠിക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. വലിയൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഈ ട്രെയിനിങ് സെഷൻ തീരുന്നതോടൊപ്പം എല്ലാവരും ഓരോ ക്ലാസ് തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഒരു പുതിയ സ്ഥലങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, കഴക്കൂട്ടത്തുണ്ട്, പിന്നെ കൊല്ലത്തുണ്ട്, ഇവിടെ അടുത്തുള്ളത്, പിന്നെ ബാക്കി പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഓരോ സ്ഥലം നിങ്ങൾ എവിടേക്കാണ് ഉള്ളത് അവിടെയൊക്കെ ഒരു ചുരുങ്ങിയത് 5 പേരെങ്കിലും അടങ്ങുന്ന ഒരു ക്ലാസ് എന്ത് ചെയ്യണം, രൂപവൽക്കരിക്കപ്പെടണം. മദ്രസയിൽ പഠിപ്പിക്കുന്നവര് അവരുടെ വേറെ മറ്റു സിലബസ് ഒക്കെ ഉണ്ടല്ലോ, അവർ ടീമുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഇപ്പൊ ട്രെയിനിങ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത വർഷം മുതൽ നമുക്കിത് തുടങ്ങണം. എത്രാം ക്ലാസ് വരെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചാൽ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, പല ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ തുടങ്ങാം. അതേപോലെ ഓൾറെഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോളം ഈ ട്രെയിനിങ് തീരുന്നതോടുകൂടി ഇപ്പൊ പാർട്ട് 1 പഠിപ്പിക്കാൻ നിങ്ങൾ എന്തായിരിക്കണം, സുസജ്ജമായിരിക്കണം. ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ട് ആൾക്കാർ അവര് പാർട്ട് 1 പഠിപ്പിക്കാൻ സുസജ്ജമായിരിക്കണം. അതിനു വേണ്ടിയുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് വേണം പോകാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته. السلام ورحمة الله.